എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, IAS, IPS, IFS തുടങ്ങിയ പദവികൾ സമൂഹത്തിൽ വളരെയധികം പകിട്ടേറിയതും അതുപോലെ തന്നെ സമാജ സേവനത്തിനായി ഒരുപാട് അവസരങ്ങൾ നൽകുന്നവയുമാണ്. ഇത്തരം പദവികളിൽ സംസ്കൃതം പഠിച്ച ആളുകൾ വന്നാൽ അതിൻ്റെ ശോഭ തീർച്ചയായും ദ്വിഗുണിതമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സമയത്താണ് നിർഭാഗ്യവശാൽ സംസ്കൃതം പഠിച്ച ആളുകൾ പൊതുവെ സ്കൂൾ അധ്യാപകൻ, അതിലപ്പുറം പോയാൽ ഒരു കോളേജ് അധ്യാപകൻ എന്നതിലപ്പുറം ചിന്തിക്കാറില്ല എന്നതാണ് വാസ്തവം. എന്നാൽ സംസ്കൃതം ഓപ്ഷൻ എടുത്ത് IAS നേടുക എന്നത് കുറച്ചുകൂടെ എളുപ്പമാണെന്നാണ് ഈ മേഖലയിലുള്ള വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഈ ഒരു അവസരത്തിലാണ് വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിൻ്റെ വിദ്വത് പരിഷത്തും അതേപോലെ ഈ മേഖലയിൽ വളരെയധികം അനുഭവ സമ്പത്തുള്ള വിൻവേൾഡ് അക്കാഡമിയും ചേർന്ന് ഈ വിഷയത്തിൽ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഈ സെമിനാറിലൂടെ നമുക്ക് സംസ്കൃതം ഓപ്ഷൻ എടുത്താൽ ഉള്ള അതിനെക്കുറിച്ച് എന്തൊക്കെ നാം അറിയണോ ആ കാര്യങ്ങളിലെല്ലാം വിശദമായ ഒരു പ്രതിപാദനം തീർച്ചയായും ഇന്ന് ഇവിടെ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ വെബിനാർ ആരംഭിക്കാം. പ്രാർത്ഥന ചൊല്ലുന്നതിന് വേണ്ടി കുമാരി ഭദ്ര പി വർമ്മയെ ക്ഷണിക്കുന്നു. പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. സംസ്കൃതസ്യ പ്രസാരായ നൈജം സർവം ദദാമ്യഹം. സംസ്കൃതസ്യ സദാ ഭക്തോ വന്ദേ സംസ്കൃതമാതരം. സംസ്കൃതസ്യ കൃതേ ജീവൻ സംസ്കൃതസ്യ കൃതേ യജൻ. ആത്മാനമാഹുതം മന്യേ വന്ദേ സംസ്കൃതമാതരം. ഹരി ഓം. ധന്യവാദः കുമാരി ഭദ്ര പി വർമ്മ. ഈ വെബിനാറിൽ ഔപചാരികമായി സ്വാഗത ഭാഷണം നടത്തുന്നത് ഡോക്ടർ പ്രദീപ് വർമ്മ PK സാറാണ്. അദ്ദേഹം വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിൻ്റെ വിദ്വത് പരിഷത്തിൻ്റെ പ്രാന്ത സംയോജകനാണ്, സംസ്ഥാന സംയോജകനാണ്. അതുപോലെ തന്നെ വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ വ്യാകരണ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറും അതേപോലെ HOD എന്ന നിലയിലും സേവനമനുഷ്ഠിച്ചു വരികയാണ്. അദ്ദേഹത്തെ ഔപചാരികമായി സ്വാഗതം പറയുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. എല്ലാവർക്കും നമസ്കാരം. സംസ്കൃത ഭാഷയുടെ സേവന പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിച്ചു വരുന്ന സംസ്കൃത ഭാരതി, അതിൻ്റെ കേരള ഘടകം വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിൻ്റെ വിദ്വത് പരിഷത്ത് സിവിൽ സർവീസ് പരീക്ഷകളിൽ സംസ്കൃതം ഓപ്ഷൻ എടുത്താൽ എന്തൊക്കെ മേന്മകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത് എന്ന് വിദ്യാർത്ഥികളെയും അതുപോലെ മറ്റ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ അറിയിക്കാനായുള്ളൊരു വെബിനാറാണ് ഇവിടെ ഇന്ന് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ ഒരു വെബിനാർ വിൻവേൾഡ് അക്കാഡമിയുമായി ചേർന്നുകൊണ്ട് നടത്തുകയുണ്ടായി. ഈ വർഷവും വിൻവേൾഡ് അക്കാഡമി ഭാരവാഹികൾ വളരെ സന്തോഷത്തോടു കൂടി അത് സമ്മതിക്കുകയുണ്ടായി. അതുകൊണ്ട് അവരുമായി ചേർന്ന് ഈ ഒരു വെബിനാർ ഇവിടെ ഇന്ന് നടത്തുന്നു. ഈ വെബിനാറിൻ്റെ അധ്യക്ഷനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ MV നടേശൻ സാറാണ്. അദ്ദേഹം വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിൻ്റെ ഉപാധ്യക്ഷനാണ്. മാത്രമല്ല
കാലടി സംസ്കൃത സർവകലാശാലയിലെ വ്യാകരണ വിഭാഗം പ്രൊഫസറാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ വെബിനാറിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്നിരിക്കുന്നത് പണ്ഡിതരത്നം ടി.കെ. മാധവൻ സാറാണ്. വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ അധ്യക്ഷനാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം അനേക വർഷം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച ആളാണ്. കൂടാതെ വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ച് അദ്ദേഹം വിരമിച്ച ഒരു വ്യക്തി കൂടിയാണ്. പ്രതിഷ്ഠാനം പണ്ഡിതരത്നം എന്ന ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട്. ഏത് പ്രവർത്തനത്തിലും നമ്മളോടുകൂടി ചേർന്ന് നിന്ന് നമ്മളെ കൂടുതൽ പ്രചോദനം നമുക്ക് കൂടുതൽ പ്രചോദനം തരുന്ന മാധവൻ സാറിനെ സാദരം സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ ക്ലാസ് നയിക്കുന്നത് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ സാറാണ്. അദ്ദേഹം ധാരാളം വിശേഷണങ്ങൾക്ക് അർഹനാണ്. വിൻവേൾഡ് ഫൗണ്ടേഷൻ ചെയർമാനും അതുപോലെ ഇന്ത്യൻ റബ്ബർ ബോർഡ് ഫോർമർ വൈസ് ചെയർമാനും MG യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഫാക്കൽറ്റി മെമ്പർ കൗൺസിലിംഗ് എന്ന ഒരു രീതിയിലും അതുപോലെ രാഷ്ട്രീയ സേവാ ഭാരതിയുടെ നാഷണൽ ട്രെയിനർ ആണ് അദ്ദേഹം. 9000-ഓളം പ്രഭാഷണങ്ങൾ ഭാരതത്തിലും വിദേശങ്ങളിലുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 600-ഓളം ലേഖനങ്ങൾ അദ്ദേഹത്തിനായിട്ടുണ്ട്. കൂടാതെ 3200-ഓളം ട്രെയിനിങ് പ്രോഗ്രാംസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വിൻവേൾഡ് അക്കാഡമിയുടെ ഈ ഒരു സേവനം വളരെയധികം സൗഭാഗ്യം തരുന്നതാണ്. സർ, അങ്ങേക്ക് ഈ വെബിനാറിലേക്ക് സ്വാഗതം. മാത്രമല്ല വിൻവേൾഡ് അക്കാഡമിയുടെ ഭാഗത്തു നിന്നും ജയകുമാർ സാറും അതുപോലെ മറ്റ് അധികാരികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കും സ്വാഗതം. കൃതജ്ഞതാ പ്രകാശനം നടത്തുന്നത് തൃപ്പൂണിത്തുറ സംസ്കൃത് കോളേജിലെ വ്യാകരണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോത്സ്നയാണ്. സ്വാഗതം. പ്രാർത്ഥന ചൊല്ലിയ ഭദ്ര പി വർമ്മ, അതുപോലെ ദീപക് രാജ്, ഇവിടെ നിർവഹണം നടത്തുന്ന ദീപക് രാജ് സാറിനും സ്വാഗതം. കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർ, സംസ്കൃതാഭിമാനികൾ, പ്രതിഷ്ഠാന്റെ പ്രവർത്തകർ, ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം ഒരു പ്രാവശ്യവും കൂടി ഏകിക്കൊണ്ട് നിർത്തുന്നു. ജയത് സംസ്കൃതം, ജയത് ഭാരതം. അധ്യക്ഷ ഭാഷണം. ധന്യവാദः ഡോക്ടർ പ്രതീക് മഹോദയ. അടുത്തതായി നമ്മുടെ ഈ വെബിനാറിൽ അധ്യക്ഷനായിട്ടിരിക്കുന്നത് ഡോക്ടർ പ്രൊഫസർ MV നടേശൻ സാറാണ്. നമുക്കറിയാം, ദീർഘകാലമായിട്ട് വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ ജ്യേഷ്ഠ കാര്യകർത്താക്കളിൽ ഒരാളാണ്. ഇപ്പോൾ വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായി സംസ്കൃത സേവനം നടത്തുകയാണ്. അതുപോലെ തന്നെ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ വ്യാകരണ വിഭാഗത്തില് പ്രൊഫസറായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. സർവേഭ്യോ നമഃ. ഏറെ ആദരണീയനായ മാധവൻ മാഷ്, നമുക്ക് മാർഗദർശനം നൽകാൻ എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് ജയസൂര്യൻജി, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, ഈ പരിപാടിയിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി താല്പര്യത്തോടുകൂടി വന്നിട്ടുള്ള സാഹസികരായിട്ടുള്ള ഇൻവെർട്ടഡ് കോമ സാഹസികരായിട്ടുള്ള വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും നമസ്കാരം. നേരത്തെ പ്രദീപ് വർമ്മയും അതുപോലെ തന്നെ ദീപക് രാജും നമ്മുടെ ഈ സംരംഭത്തെ കുറിച്ച് പറഞ്ഞു. വിദ്വത് പരിഷത്തിന്റെ സഹായത്തോടുകൂടി വിൻവേൾഡ് നടത്തുന്ന ഈ IAS കോച്ചിങ് പരിപാടിയിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സംസ്കൃതം ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് പോലെ തന്നെ ലോകം അതിനെ സ്വീകരിക്കാനും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്.
പറയുന്നത് സാൻസ്ക്രിറ്റ് ഈസ് എ ടൂൾ ഫോർ ഇൻഫോർമേഷൻ, ഇൻസ്പിരേഷൻ, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഫോർമേഷൻ എന്നാണ്. അത്ര ശക്തമായ ഒന്നാണ് സംസ്കൃതവും അതിലടങ്ങിയിരിക്കുന്ന ഭാഷയും എന്ന് ഇന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് ഒട്ടനവധി മനുഷ്യ വിഭവങ്ങൾ, എങ്ങനെയുള്ള മനുഷ്യ വിഭവങ്ങൾ എന്നാണെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യ വിഭവങ്ങളുടെ ആവശ്യമുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്താണെങ്കിലും ടീച്ചേഴ്സ് രംഗത്താണെങ്കിലും ഒക്കെ. അതെല്ലാം പുതിയ കാലത്തിന്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ചുവടുവെക്കാൻ തയ്യാറായിട്ടുള്ള നിങ്ങളെ പോലുള്ള വിദ്യാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇതെല്ലാം രൂപപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് വരുമ്പോൾ ഓർക്കേണ്ട 2-3 കാര്യം മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സംസ്കൃതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ഒരു സുഭാഷിതം പഠിച്ചു കാണും. ഉത്പദ്യന്തെ വിലീയന്തെ ദരിദ്രാണാം മനോരഥം എന്നത്. ദരിദ്രന്റെ മനോരഥം, സ്വപ്നങ്ങൾ, അത് വരികയും അതുപോലെ തന്നെ നശിക്കുകയും ചെയ്യും. ദരിദ്രൻ എന്നാൽ ഭാവനാശൂന്യനാണ്, ക്രിയാശൂന്യനാണ്. ക്രിയാരഹിതം, ക്രിയയോടുകൂടിയും ഭാവനയോടുകൂടിയും സാഹസികതയോടുകൂടിയും ഒരു കാര്യം ചെയ്യാൻ തയ്യാറാകുന്നവരാണ് സമ്പന്നന്മാർ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങൾ സാഹസികന്മാരെന്ന് അഭിസംബോധന ചെയ്തത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിനെ ഡിസൈൻ ചെയ്യാൻ തയ്യാറായിട്ടുള്ള നിങ്ങൾക്ക് ഒട്ടനവധി സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾക്ക് അഗ്നിച്ചിറക് വെച്ചുപിടിപ്പിച്ച വലിയൊരു രാഷ്ട്രപതി ഉണ്ടായിരുന്ന രാജ്യമാണ് നമുക്ക് മുന്നേ കടന്നുപോയവരും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരും നിങ്ങളുടെ സ്വപ്നത്തെ ഡിസൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത സ്വപ്നത്തെ അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട്, മെന്ററിങ്ങിന് വേണ്ടിയിട്ടൊക്കെ വലിയൊരു സെറ്റ് തയ്യാറായിരിക്കുകയാണ്. ഇതൊരുപക്ഷെ കഴിഞ്ഞുപോയ തലമുറയിലെ സംസ്കൃതക്കാർക്ക് കിട്ടാത്ത ഒരു വലിയ സൗഭാഗ്യമാണ്. ഈ സൗഭാഗ്യം ലഭിക്കണമെങ്കിൽ ആദ്യമായി നമുക്ക് വേണ്ടത്, ഇക്കാലം അത്രയും പലരും സംസ്കൃതത്തിന്റെ പല കാര്യങ്ങളിലും റാൻഡമായിട്ട് പല കാര്യങ്ങളും ചെയ്തു പോയിട്ടുണ്ടെന്നുള്ളതാണ്. പാസീവായിട്ട് പല കാര്യങ്ങളും ചെയ്തു പോയിട്ടുണ്ട്. പക്ഷെ സിസ്റ്റമാറ്റിക്കായി സംസ്കൃതത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന വളരെ വലിയൊരു പാഠം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിന്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു ട്രെയിനിങ് ആണ് ഇവിടെ വിഭാവന ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ എത്ര പേര് IAS എടുത്ത് ജില്ലാ കളക്ടർ ആകും എന്ന് എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കുന്നു, നിങ്ങൾ ആത്മാർത്ഥമായാണ് ഇതിന് മുമ്പേ കടന്നുപോയവരെ സഹായിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ ചുവടുവെക്കാൻ തയ്യാറാകുന്നത് എങ്കിൽ ജീവിതത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. നേരത്തെ വിംഗേർഡ് ഫൗണ്ടേഷന്റെ ടീച്ചേഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അഡ്വക്കേറ്റ് ജയസൂര്യൻജിയുടെ ഒരു ചെറിയൊരു ഭാഗം പറഞ്ഞു. അദ്ദേഹം നടത്തിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ജീവിതങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ ചിറക് പിടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളോട് കൊളാബറേറ്റ് ചെയ്തു പോകുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. 2, ടേക്ക് ആക്ഷൻ ഇൻ റൈറ്റ് ഡയറക്ഷൻ എന്നുള്ളതാണ്. ശരിയായ രീതിയിൽ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ നിലവിലുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ടതുണ്ട്. നിലവിലുള്ള നമ്മുടെ ഡ്രീംസ് ഒന്നുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ആയുർവേദക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ആഹാരവും നമ്മുടെ വിഹാരവും നമ്മുടെ സംസാരവും ചേഞ്ച് ചെയ്യണം. അതെല്ലാം വളരെ കൃത്യമായ കണക്കുകൂട്ടലോടുകൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അതല്ല, നാം ഉത്സവപ്പറമ്പിൽ ഒരു ആനയെ കണ്ടിട്ടുണ്ട്. ആനയുടെ ചെവിയിൽ ഒരു വടി വെച്ചിരിക്കും. ആന ഒരിക്കലും അനങ്ങില്ല. കാരണം ആന താൻ ബന്ധിതനാണ് എന്ന് സ്വയം ധരിച്ചു പോയതുകൊണ്ടാണ്. ഇതുപോലെ എനിക്ക് അനങ്ങാൻ പറ്റില്ല, ഈ സംസ്കൃതം പഠിച്ച് എനിക്ക് IASന്റെയും IPSന്റെയും
സിവിൽ സർവീസിന്റെ മറ്റു മേഖലകളിലേക്കും സഞ്ചരിക്കാൻ പറ്റില്ല എന്ന ഒരു ഉറഞ്ഞുപോയ ഒരു ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യത്തെ തകർക്കുക എന്നത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് തകർക്കാൻ ശക്തമായ ടൂളുകൾ കയ്യിലുള്ളവരാണ് നിങ്ങളോടൊപ്പം അണിചേരാൻ നിങ്ങൾക്ക് മുമ്പിലും പിമ്പിലും ഉള്ളത് എന്ന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ ആദ്യം വേണ്ടത് വിശ്വസിക്കുക എന്നതാണ്. നമ്മൾ സംസ്കൃതം പഠിക്കുന്ന ആളുകൾക്ക് വേണ്ട വിശ്വാസം എന്നുള്ളതാണ്. വിശ്വാസത്തിനർത്ഥം ശ്രദ്ധ എന്നാണ്. ഗുരുപതിഷ്ഠ വാക്യങ്ങളിലുള്ള ശ്രദ്ധയാണ് വിശ്വാസം. ആ വിശ്വാസത്തോടുകൂടി വന്നിട്ടുള്ളവരാണ് നിങ്ങൾ. ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള നിങ്ങളുടെ അധ്യാപകരുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്. ഞാൻ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ സ്റ്റുഡന്റ് സംസ്കൃതത്തിന്റെ പുതിയ മേഖലകൾ വകഞ്ഞു മാറ്റി പുതിയ മേഖലകളിലേക്ക് കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് തീർച്ചയായിട്ടും ഒരു പുതിയ ലോകം സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കണമെങ്കിൽ വെറുതെ വന്ന് എത്തി നോക്കുന്നവർക്ക് ഉള്ളതല്ലത്. അത് ഗൗരവത്തോടുകൂടി അതിനെ സമീപിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഏത് കാര്യമുണ്ടെങ്കിലും പങ്കുവെക്കാം. ആ പങ്കുവെക്കലിൽ ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളോടൊപ്പം ഉണ്ടാവും. പക്ഷെ നിങ്ങളെ മോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിക്കുന്ന കാര്യത്തിൽ വിങ് വേൾഡ് ഉറപ്പായിട്ടും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. അതിന് ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ചുറ്റുമുള്ളവരും ഒരു പക്ഷെ പറയാനുള്ളത്, അയ്യോ ഇതിൽ നീ പോയിട്ടുണ്ടേ ജയിക്കാനുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാണ്. അത് ഓർക്കുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതല്ല നിങ്ങൾ. നിങ്ങൾ എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ മൊത്തമാണ്. ആ ആഗ്രഹമാണ്, ആ സ്വപ്നമാണ് നിങ്ങൾ എന്ന് പറയുന്നത്. അതിനെ നാം രൂപപ്പെടുത്തിയെടുക്കാൻ തയ്യാറാകുമ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ തൽക്കാലം മാറ്റിവെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സാഹസികൻ എന്ന വാക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുക, രജിസ്റ്റർ ചെയ്യുക, അതിൽ തരുന്ന ക്ലാസ്സുകളിലൂടെ കടന്നു പോകുക. ഒപ്പം നിങ്ങളുടെ ഡിഗ്രി ഓർ PG എന്താണോ അതും വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുക. UGC എക്സാമിനേഷൻ ഉണ്ട്, റിസർച്ച് സ്കോളർഷിപ്പോട് കൂടിയ എക്സാമിനേഷൻ ഉണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. നിങ്ങൾ തയ്യാറായണമെങ്കിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സംസ്കൃത ഭാരതിയും അതുപോലെ തന്നെ വിങ് വേൾഡ് കൂട്ടായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ധന്യവാദः പ്രൊഫസർ നടേശൻ മഹോദയः. ഇനി ഈ നമ്മുടെ വെബിനാറിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് പണ്ഡിതരത്നം പ്രൊഫസർ PK മാധവൻ സാറാണ്. സാറിനെ കുറിച്ച് നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞു കഴിഞ്ഞു. വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. നിരവധി വർഷങ്ങളുടെ പ്രൊഫസറായിട്ടുള്ള കോളേജ് അധ്യാപന അനുഭവമുള്ള അദ്ദേഹത്തെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരവോടുകൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയില് അധ്യക്ഷത വഹിക്കുന്ന ആദരണീയനായ പ്രൊഫസർ ഡോക്ടർ MB നടേശൻ, നമുക്ക് മാർഗദർശനം നൽകാനായിട്ട് എത്തിയിട്ടുള്ള വിങ് വേൾഡ് അക്കാഡമിയുടെ സാരഥിയായ പ്രശസ്തനായ അഡ്വക്കേറ്റ് സൂര്യൻ സാറ്, അതുപോലെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിൻ്റെയും അക്കാഡമിയുടെയും പദാധികാരികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്.
IAS-ന്റെ IPS-ന്റെ മേഖലകളിലേക്ക് സധൈര്യം കടന്നു വരാൻ സജ്ജരായിട്ടുള്ള നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. വളരെ പ്രശസ്തരായ, പ്രഗത്ഭരായ, സമർത്ഥരായ ഒരുപാട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. പല മേഖലകളിലും അവര് തങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, അഭിനന്ദനത്തിന്റെ പാത്രങ്ങളായിട്ടുണ്ട്. ഔദ്യോഗിക കൃത്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ തികച്ചും മാനുഷിക പരിഗണനയോട് കൂടിയിട്ട് ജനസേവനം നടത്താനും അവർക്കെല്ലാം സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും ജനസേവകൻ എന്ന നിലയിലും സ്വതന്ത്രമായിട്ട് ശക്തമായിട്ട് പ്രവർത്തനം കാഴ്ചവെക്കാൻ അവസരമുള്ള ഒരു മേഖലയാണ് IAS പോലെയുള്ള ഉന്നത പരീക്ഷകൾ പാസ്സാവുന്നവരെ കാത്തു നിൽക്കുന്നത്. ഈ മേഖലയിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്ന് വരേണ്ടതുണ്ട്. ഇപ്പോഴും നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, കേരളത്തിന്റെ പുറമെ നിന്ന് വരുന്ന പലരുമാണ് പല പ്രധാനപ്പെട്ട പദവികൾ ഇവിടെ വഹിക്കുന്നത്. പലപ്പോഴും അവര് വരണ്ട എന്നല്ല അർത്ഥം, നമ്മൾ കൂടുതലായിട്ട് വരണം എന്നുള്ളതാണ് താല്പര്യം. ഈ മേഖലയിലേക്ക് വരുന്ന ആളുകൾക്ക് സംസ്കൃതം തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ? ഒരു ഓപ്ഷണൽ വിഷയമായിട്ട്, പ്രധാന വിഷയമായിട്ട് തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ? തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ വിഷയവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടാവാം. വാസ്തവത്തിൽ ആ സംശയം അസ്ഥാനത്താണ്. സംസ്കൃതം വളരെ മാർക്ക് നേടാൻ സഹായിക്കുന്ന ഒരു വിഷയമാണ്. സ്കോറിംഗ് സബ്ജക്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് പരിചയമുള്ള ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ഒക്കെ ചില IAS ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞത് സംസ്കൃതം വളരെ എളുപ്പത്തിൽ കൂടുതൽ മാർക്ക് നേടിത്തരുന്നു എന്നുള്ളതാണ്. അവരുടെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. കേരളത്തില് എന്തുകൊണ്ടോ സംസ്കൃതം സ്വീകരിക്കാൻ ആളുകൾ അത്ര അധികം ഔത്സുക്യം കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു സംസ്കൃതത്തെ സംബന്ധിച്ചിട്ടുള്ള അജ്ഞതയും അശ്രദ്ധയുമാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന്. അജ്ഞത എന്ന് പറയുന്നത് സംസ്കൃതം കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സംസ്കൃതത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം കൈവരിക്കാവുന്ന ഒന്നല്ല. അല്ലെങ്കിൽ അതിനെ അതിലംഘിക്കണമെങ്കിൽ, ഈ അജ്ഞതയെ അതിലംഘിക്കണമെങ്കിൽ കുറച്ചുകൂടി തൻ്റെ ഇടം കാണിക്കേണ്ടത്. അതെന്താ? ഈ വിഷയം അപ്രാപ്യമാണെന്നുള്ള ഒരു ധാരണ എങ്ങനെയോ കുറെ ആളുകളുടെ ഇടയിൽ പ്രചരിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് മറ്റ് ഭാഷകൾ പഠിച്ചെടുക്കാൻ സാധിക്കുന്നത് പോലെ പഠിച്ചെടുക്കാൻ പറ്റില്ല സംസ്കൃതം എന്നൊരു ധാരണ എങ്ങനെയോ കുറെ ആളുകളുടെ ഇടയിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. മറ്റേത് ഭാഷയെയും പോലെ സംസ്കൃതവും പഠിച്ചെടുക്കാൻ സാധിക്കും. അമിതമായ, സാധാരണയിൽ കവിഞ്ഞ് ഒരു പ്രയത്നവും അതിനാവശ്യമില്ല. മറ്റു ഭാഷകൾ പഠിക്കുന്നത് പോലെ തന്നെയാണ്. ഇന്ന് ഭാരതം മുഴുവനുമുള്ള പഠന കേന്ദ്രങ്ങളിലൂടെ നമ്മളൊരു അന്വേഷണവുമായിട്ട് ചെന്നാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സത്യമുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഭാഷ സംസ്കൃത ഭാഷയാണ്. എല്ലാ സംസ്ഥാനത്തിലും പഠിപ്പിക്കപ്പെടുന്ന ഭാഷയാണ് സംസ്കൃതം. ഒരുപാട് പേര്
ഔപചാരിക വിദ്യാഭ്യാസവും ആ രംഗത്തു കൂടെയുള്ള സംസ്കൃത പഠനവും കൊണ്ടുപോകുന്നു. വേറെ കുറെ ആളുകൾ അനൗപചാരികമായിട്ടും സംസ്കൃതം പഠിക്കുന്നു. ഇത് നമ്മുടെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ പുരാണ വിജ്ഞാനം, പ്രാചീന വിജ്ഞാനം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, ഭാരത ചരിത്രത്തിലെ നൂതന പ്രവണതകളും പഴയകാല സംഭവങ്ങളുമായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന ഗവേഷകന്മാര്, ഭാരതത്തിലെയും പാശ്ചാത്യ ദേശങ്ങളിലെയും ദർശനങ്ങൾ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവരൊക്കെ വളരെ ശ്രദ്ധാപൂർവം സമീപിക്കേണ്ട ഒരു വിഷയമാണ് സംസ്കൃതം. അതുപോലെ തന്നെയാണ് ഭരണരംഗത്തുള്ള ആളുകൾ, രാഷ്ട്രത്തിൻ്റെ ഭരണ ചുമതലയുള്ള ആളുകൾ, അത് സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ അതിലും ചുരുങ്ങിയ തലത്തിലോ ഉള്ളത് ഏതോ ആവട്ടെ, ഭാരതത്തിലെ വിവിധ ഭരണഘടനാ സംബന്ധങ്ങളായ പദവികളിൽ ഇരിക്കുന്ന ആളുകൾ, ഭരണപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ സംസ്കൃതം ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതാണ്. വാസ്തവത്തിൽ നേരത്തെ സൂചിപ്പിച്ച ഈ സംശയം കാരണമായിട്ട് ഇത് എളുപ്പം പഠിക്കാൻ സാധിക്കുമോ, നമുക്കൊക്കെ പ്രാപിക്കാൻ പറ്റിയ ഒന്നാണോ എന്നുള്ള സംശയം, ആ സംശയം വളർത്തുന്ന തരത്തിലുള്ള ചില ചീത്ത പ്രവണതകൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. വാസ്തവത്തില് ഒരു സ്ഥാനവുമില്ല ഈ സംശയത്തിന്. ഏത് ഭാഷ പോലെയും ഏത് ആധുനിക ഭാഷ പോലെയും സംസ്കൃതവും പഠിച്ചെടുക്കാൻ സാധിക്കും. ഏത് വിഷയവും സംസ്കൃതത്തിലൂടെ കൈകാര്യം ചെയ്യാനും സാധിക്കും. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് ഇത്. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, ഇത് സംസ്കൃതത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ എപ്പോഴും പറയാറുള്ളതാണ്. പലരും പറഞ്ഞു വെച്ചിട്ടുള്ളത് സംസ്കൃതത്തിന് ഒരേ ഒരു മുഖേ ഉള്ളൂ എന്നാണ്. അത് അതിപ്രൗഢമായ ദീർഘസമാസമയങ്ങളായ പദങ്ങൾ, ലോങ് കോമ്പൗണ്ടഡ് വേർഡ്സ്, അതുപോലെ വളരെ ദീർഘിക്കപ്പെടുന്ന സംഭാഷണ വാചകങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. സാഹിത്യത്തിലും അതുപോലെയുള്ള ആലങ്കാരിക പ്രയോഗങ്ങൾ നിറഞ്ഞ പ്രയോഗങ്ങളിലുമൊക്കെ കാണുന്ന ഭാഷ വേറെയാണ്. സാധാരണ സംസാരത്തില്, സംഭാഷണത്തില്, ലൗകിക വ്യവഹാരത്തിലുള്ള ഭാഷ വ്യത്യസ്തമാണ്. അത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഒക്കെ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഭാഷയല്ല പലപ്പോഴും എഴുതാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രസംഗ ശൈലിയിലുള്ള സംസാരത്തിൽ ഉപയോഗിക്കുന്നത്. വ്യത്യസ്തതയുണ്ട്. ഈ വ്യത്യാസം സംസ്കൃതത്തിലുമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ കാണേണ്ടത് സംസാര ഭാഷ എന്ന നിലയിൽ, സംഭാഷണ മാധ്യമം എന്ന നിലയിൽ സരളമായ സംസ്കൃതമാണ്. സരളമായ സംസ്കൃതം അത് ഒരിക്കലും ക്ലിഷ്ടമല്ല, കഠിനമല്ല. നൈവ ക്ലിഷ്ട നച കഠിന. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാണ്. നൈവ ക്ലിഷ്ട നച കഠിന. ഈ ഭാഷ ക്ലിഷ്ടമല്ല, കഠിനമല്ല, ആർക്കും പ്രാപിക്കാവുന്ന ഒന്നാണ്. ഇന്ന് ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങളിൽ, യുണൈറ്റഡ് കിങ്ഡം പോലെയുള്ള സ്ഥലങ്ങളിൽ, വിദ്യാലയങ്ങളിൽ, സാധാരണ സ്കൂളുകളിൽ സംസ്കൃതം സംസ്കൃത മാധ്യമത്തിലൂടെ തന്നെ പഠിപ്പിക്കുന്ന കാര്യം നടക്കുന്നുണ്ട്. ഔപചാരികമായിട്ട് തന്നെ, അനൗപചാരികമായിട്ടല്ല. വിദ്യാലയ തലത്തില്, അതുപോലെ യൂണിവേഴ്സിറ്റി തലത്തില്, ഗവേഷണ രംഗത്ത് ഒക്കെയുള്ള ആളുകൾ സംസ്കൃതം പഠിക്കുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. അവര് പലരും പരസ്പരം സംസാരിക്കുന്നത് സംസ്കൃതത്തിലാണ്. അവരുടെ ഗുരുജനങ്ങളോട്, പ്രൊഫസേഴ്സിനോട് സംസാരിക്കുന്നത്, സംവദിക്കുന്നത് സംസ്കൃതത്തിലാണ്. അത് നേരത്തെ സൂചിപ്പിച്ച പ്രൗഢ സംസ്കൃതമല്ല, സാധാരണ സംസ്കൃതമാണ്, ലൗകിക സംസ്കൃതമാണ്, സരള സംസ്കൃതമാണ്, അക്ലിഷ്ടമായ
ആ കഠിനമായ സംവാദക്ഷമമായ സംവേദനക്ഷമമായ സംസ്കൃതമാണ്. അതിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അപ്പോ അപ്രാപ്യമാണെന്ന് എന്നുള്ള ധാരണ മാറ്റണം, ക്ലിഷ്ടമാണ് കഠിനമാണെന്നുള്ള ധാരണ മാറ്റണം. മറ്റേത് ഭാഷയും പോലെ സംസ്കൃതത്തിനെയും സമീപിക്കാൻ സാധിക്കുമെന്നുള്ള ശരിയായ ധാരണ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഈ രംഗത്തേക്ക് കടന്നു വരാൻ സാധിക്കും. കൃത്യമായ പ്ലാനിങ്ങും ഹാർഡ് വർക്കും ഇത് എല്ലാ സബ്ജക്ട്സിന്റെയും കാര്യമാണ്. ഹാർഡ് വർക്ക് ആൻഡ് പ്ലാനിങ് സംസ്കൃതത്തിന്റെ മാത്രം കാര്യമല്ലല്ലോ. ഇത് സംസ്കൃതത്തിന്റെ മേഖലയ്ക്കും ബാധകമാണ്. എന്ത് പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതെല്ലാം പോയിന്റ്സ് നമുക്ക് ഈ പരീക്ഷയെ മുൻനിർത്തിക്കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് അറിഞ്ഞ് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് സംസ്കൃതത്തിനെ സമീപിക്കും. അതിനെ സ്വാംശീകരിക്കുക, സ്വായത്തം ആക്കുക. ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും, വളരെ പ്രശസ്തമായിട്ടുള്ള ഡോക്ടർ PV കാണയുടെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രം വലിയ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ആദരിച്ചിട്ടുള്ള പ്രശസ്ത പണ്ഡിതനും നിയമജ്ഞനുമൊക്കെയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര എന്നാണ്. ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര 5 വോള്യങ്ങളിലായിട്ട് 6500-ലധികം പേജുകളിലുള്ള വലിയൊരു വർക്ക്. നിയമപണ്ഡിതനായ അദ്ദേഹം നിയമമേഖലയിൽ ഭാരതത്തിന്റെ സംഭാവന എന്താണ്, ഭാരതത്തിലെ പ്രാചീന ആചാര്യന്മാര് നമ്മുടെ നിയമവ്യവസ്ഥയെ കുറിച്ച് എങ്ങനെ കണ്ടു, അതിന്റെ ചരിത്രം എന്താണ് എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും വളരെ കൂലങ്കഷമായിട്ട് പഠിച്ചു വന്നപ്പോൾ ഒരു മഹാത്ഭുതം അനാവരണം ചെയ്യപ്പെടുകയുണ്ടായി. സംസ്കൃത ഭാഷയിലേക്ക് പ്രവേശനം കിട്ടിയിട്ടില്ലാത്ത പാശ്ചാത്യ പണ്ഡിതന്മാർക്ക് കൂടി ഈ മേഖല തുറന്നു കൊടുക്കാൻ ആ ഒരു കൃതിയിലൂടെ, അസാധാരണ കൃതിയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ ഭരണപരമായ കാര്യങ്ങള്, നിയമപരമായ കാര്യങ്ങള്, രാഷ്ട്ര മീമാംസാപരമായ പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട, ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട, ലോ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന അത്തരം മേഖലകളിലേക്ക് കടന്നു ചെന്ന് അതിൻ്റെ തത്വം മനസ്സിലാക്കാൻ ഭാരതത്തിൽ അതെങ്ങനെയാണ് പ്രയോഗത്തിൽ ഉണ്ടായിരുന്നത്, പഴയ കാലത്തെ ഇവിടുത്തെ നീതിപീഠങ്ങള് എങ്ങനെയാണ് ഈ നീതിന്യായ വ്യവസ്ഥയെ കണ്ടത്, സമീപിച്ചത്, പ്രവർത്തിച്ചത്, ഭരണം എങ്ങനെയാണ് അവർ കൊണ്ടുപോയത്, നികുതി എങ്ങനെയാണ് കണക്കാക്കിയത്, പിരിച്ചത്, ശിക്ഷ എങ്ങനെയാണ് നൽകിയിരുന്നത്, എന്തായിരുന്നു അവരുടെ മാനദണ്ഡങ്ങള് എന്നൊക്കെ പഠിച്ചാൽ ഇന്നും നമ്മൾ വളരെ വളരെ ആദരപൂർവം കാണുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പല കാര്യങ്ങളും, നിയമവ്യവസ്ഥയിലെ പല കാര്യങ്ങളും അവിടെ നിന്ന് വന്നതാണ്. പ്രാചീന സംസ്കൃത വിജ്ഞാനത്തിൽ നിന്ന് വന്നതാണ്. തീർച്ചയായിട്ടും കാലോചിതമായ പരിഷ്കാരമുണ്ട്. അന്നത്തെ കാലത്ത് രീതികൾ മുഴുവൻ ഇപ്പോഴും പറ്റില്ല, തീർച്ചയാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ അടിവേരുകൾ, അടിസ്ഥാന തത്വങ്ങൾ, പ്രമാണങ്ങൾ അവിടെ ഉണ്ട്. അപ്പോ ഭരണ സാരഥ്യം ഏറ്റെടുക്കേണ്ടി വരുന്ന ഉദ്യോഗസ്ഥന്മാര്, IAS പോലെയുള്ള പദവികൾ നേടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഭാരതത്തിന്റെ പ്രതിനിധികളായിട്ട്, അംബാസഡർമാരായിട്ട്, ഹൈക്കമ്മീഷണർമാരായിട്ട് ഭാരതത്തിന്റെ പുറത്ത് സേവനമനുഷ്ഠിക്കുന്ന ആളുകൾ, ഭാരതത്തിലെ നിയമങ്ങളെക്കുറിച്ച്, നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച്, ഭരണരീതികളെക്കുറിച്ച്, രാഷ്ട്രതന്ത്രത്തെക്കുറിച്ച്, യുദ്ധതന്ത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇവിടെ വികസിച്ച ശാസ്ത്രശാഖകളെ കുറിച്ച് സാമാന്യമായെങ്കിലും അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അറിയണമെങ്കിൽ സംസ്കൃതവും
സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആധുനിക ഭാഷകളിലുള്ള പഠനങ്ങളും അറിഞ്ഞിരിക്കണം. അത് മലയാളത്തിലുള്ളതായാലും തമിഴിലുള്ളതായാലും ഹിന്ദിയിലുള്ളതായാലും ഇംഗ്ലീഷിലുള്ളതായാലും നമ്മൾ എളുപ്പത്തിൽ സമീപിക്കാൻ സാധിക്കും. അതോടൊപ്പം അതിൻ്റെ മൂലം, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ നിന്ന് എടുത്തു, ഏത് ഗ്രന്ഥങ്ങളിൽ നിന്നെടുത്തു എന്നും നമ്മൾ അറിയേണ്ടിയിരിക്കും. അവിടെ കുറച്ച് സംസ്കൃതവും കൂടി അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റാരേക്കാളും എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും. അത് സമർത്ഥമായിട്ട് പ്രയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് വെറുതെ ഒരു ഭാഷ എന്ന നിലയിലപ്പുറം നമ്മൾ എത്തിപ്പെടുന്ന മേഖലയ്ക്ക്, അത് IAS-ന്റെയോ IPS-ന്റെയോ IFS-ന്റെയോ എന്തിൻ്റെ മേഖലയാവട്ടെ, അവിടെയൊക്കെ ഒരു ഉത്തമ ഭാരത പൗരൻ എന്ന നിലയിൽ നമ്മുടെ ധർമ്മം യഥാവിധി നിർവഹിക്കാൻ, നമ്മുടെ ചുമതല വേണ്ട പോലെ നിർവഹിക്കാൻ ഈ സംസ്കൃത ബന്ധം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികളോട്, ഭാവിയിലെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സംസ്കൃതത്തെ കുറെ കൂടി ഗൗരവത്തോടു കൂടി കാണണം, പ്രാധാന്യത്തോടു കൂടി കാണണം. അത് വെറുതെ ഒരു സംസാര ഭാഷയല്ല. അതിൻ്റെ ഉള്ളില് ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്, ശാസ്ത്രശാഖകളുണ്ട്. അതിലേക്കൊക്കെ ഒരു അനുപ്രവേശ സിദ്ധി നമുക്ക് ഉണ്ടാവണമെങ്കിൽ കുറച്ച് സംസ്കൃതം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് സംസ്കൃതം പഠിക്കുക. അത് സരളമാണ്, നമുക്കും വശംവദമാവുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയിട്ട്, സംശയ ലേശം എന്നീ അഭിമാനത്തോടു കൂടിയിട്ട്, ആദരവോടു കൂടിയിട്ട് സംസ്കൃതം പഠിക്കുക. തീർച്ചയായിട്ടും മറ്റ് ആരേക്കാളും മുൻപിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. വലിയ വലിയ ന്യായാധിപന്മാരൊക്കെ അവരുടെ വിധികളിൽ സംസ്കൃതത്തിലെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് പറയുന്നത് നമ്മൾ ഇപ്പോഴും കേൾക്കാറുണ്ട്. ഓർമ്മിക്കുക, ഇതൊരു അക്ഷയ ഖനിയാണ്. അതിലേക്ക് പ്രവേശിക്കാനുള്ള താക്കോല് ഇവിടുത്തെ ഈ സിവിൽ സർവീസിന് വേണ്ടിയുള്ള കോച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടും. ആ താക്കോല് കൈക്കലാക്കുക, ഭദ്രമായിട്ട് സൂക്ഷിക്കുക. ആവശ്യം വരുമ്പോഴൊക്കെ അതുകൊണ്ട് സംസ്കൃതത്തിന്റെ അക്ഷയ നിധിയുടെ വാതിൽ തുറന്ന് അതിൽ നിന്ന് വേണ്ട രത്നങ്ങൾ എടുത്ത് സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്തുക. ജനസേവനത്തിന് ഇറങ്ങുന്നവർക്ക് ഏത് ജനതയെയാണോ സേവിക്കുന്നത് ആ ജനതയെക്കുറിച്ച്, അവരുടെ പൂർവികരെക്കുറിച്ച്, അവരുടെ സംസ്കാരത്തെക്കുറിച്ച്, അവരുടെ അറിവിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. അതില്ലാതെ വരുമ്പോൾ നമ്മൾ പതറിപ്പോവും. നമ്മുടെ തീരുമാനങ്ങൾ യാഥാർത്ഥ്യങ്ങളെ സ്പർശിക്കാത്തതായി പോയി എന്നും വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും സംസ്കൃത പഠന സൗകര്യം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ധൈര്യപൂർവം, അഭിമാനപൂർവം ഈ ഏറ്റവും നല്ല സ്കോറിംഗ് സബ്ജക്റ്റ് ആയിട്ടുള്ള സംസ്കൃതം ഐച്ഛിക വിഷയമായിട്ട് സ്വീകരിക്കുക, അത് ഉപയോഗപ്പെടുത്തുക. അതിൻ്റെ പ്രകാശം കൊണ്ട് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളെയും പ്രകാശപൂർണമാക്കാൻ ശ്രമിക്കുക. ഈ അവസരത്തിൽ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള മാർഗദർശനം നൽകാനായിട്ട് ജയസൂര്യൻ സാറിനെ പോലെയുള്ള ആളുകൾ കൂടെയുണ്ട്. അവരുടെ മാർഗദർശനം പരമാവധി പ്രയോജനപ്പെടുത്തുക. സംസ്കൃതത്തിന്റെ ഭാഗത്തു നിന്ന് വേണ്ട സഹായവും മാർഗദർശനവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പ്രശസ്ത വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സംസ്കൃതത്തിന്റെ വിശാല മേഖലയിലേക്ക് സന്തോഷപൂർവ്വം നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. വന്ദേ സംസ്കൃതമാതരം. ധന്യവാദः മാധവൻ മഹോദയः. നമ്മളിപ്പോൾ ഈ വെബിനാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. വിഷയാവതരണം
വിഷയാവതരണം നടത്തുന്നത് നമ്മളെ വിഷയം സിവിൽ സർവീസ് സംസ്കൃതം ഓപ്ഷണൽ അറിയേണ്ടതെല്ലാം എന്നാണ് വിഷയം. നേരത്തെ തന്നെ പരിചയപ്പെടുത്തി അഡ്വക്കേറ്റ് ജയസൂര്യൻ സാറിനെ. ഈ വിഷയാവതരണത്തിന് ശേഷം സംശയ നിവാരണത്തിനുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പം വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും കേൾക്കുക, വരുന്ന സംശയങ്ങൾ എഴുതി വെക്കുക. ആ അവസരം വരുന്ന സമയത്ത് സംശയ നിവാരണത്തിനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. വിഷയാവതരണത്തിന് വേണ്ടി വിൻവേൾഡ് അക്കാഡമിയുടെ ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് ജയസൂര്യൻ സാറിനെ ആദരവ് ക്ഷണിക്കുന്നു. ആദരണീയനായ നമ്മുടെ ഇന്നത്തെ ഈ വെബിനാറിന്റെ അധ്യക്ഷൻ പ്രൊഫസർ ഡോക്ടർ എം വി നരേശൻ സാറ്, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഡോക്ടർ പി കെ മാധവൻ സാറിനെ എനിക്ക് നേരത്തെ അറിയാം, പണ്ഡിതരത്നം പി കെ മാധവൻ സാറ്, സ്വാഗതം ആശംസിച്ച ശ്രീ പ്രദീപ് വർമ്മ സാറ്, നമ്മോടൊപ്പം ഇന്ന് ഇതിന്റെ സംഘാടക സമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ജ്യോത്സ്ന ടീച്ചർ, ദീപക് രാജ്, അതേപോലെയുള്ള വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ ഏറ്റവും ആദരണീയരായിട്ടുള്ള എല്ലാ നേതാക്കന്മാർക്കും സാരഥികൾക്കും സാദര പ്രണാമം. നമ്മുടെ അധ്യക്ഷ പ്രസംഗവും ഉദ്ഘാടന പ്രഭാഷണവും എന്റെ ഭാരം വളരെയേറെ ലഘൂകരിച്ചു. ഞാനതിന് ബഹുമാനരായിട്ടുള്ള അധ്യക്ഷനും ഉദ്ഘാടകനും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. കാരണം ഈ ഒരു വിഷയം സംസ്കൃതം അറിയുന്നവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ നേരിട്ട ഏറ്റവും വലിയ ഒരു പ്രശ്നം. അത് വളരെയേറെ ക്ലിഷ്ടവും കഠിനവുമായി. അതുകൊണ്ട് ഇപ്പോ ആദരണീയനായ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ എന്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത് നൈവ ക്ലിഷ്ട എന്നുവെച്ച കഠിന എന്നാണ്. കാര്യം പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് വരികയാണ്, ഒരു ചെറിയ കഥയിലൂടെ. കാരണം ധാരാളം കുട്ടികളുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ, 100-ലധികം പേര് പങ്കെടുക്കും. വളരെ ചെറിയൊരു രാജ്യം ഭരിക്കുകയായിരുന്നു നല്ല ഒരു രാജാവ്, ധർമ്മിഷ്ഠനായ രാജാവ്, സ്നേഹസമ്പന്നനായ രാജാവ്. പക്ഷെ അപ്രതീക്ഷിതമായി ഒരു ദിവസം ഒരു ശത്രു രാജാവിന്റെ ആക്രമണത്തിൽ പരാജയപ്പെട്ട് ഈ നല്ല രാജാവിന് കാട്ടിലേക്ക് ഓടി ഒളിക്കേണ്ടി വന്നു. തന്റെ അനുചരന്മാരോട് കൂടിയാണ് അദ്ദേഹം വനത്തിലേക്ക് ഓടിയത്. എങ്കിലും വനത്തിലെത്തിയപ്പോ വഴിതെറ്റി. കൂടെ ഉണ്ടായിരുന്നവരെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് അദ്ദേഹം ഭക്ഷണവും വെള്ളവും തേടി വനത്തിലൂടെ 3 ദിവസം യാത്ര ചെയ്തു. അപ്പോഴേക്കും പരീക്ഷീണനായി. ഇനി ഒരടി പോലും മുന്നോട്ട് നടക്കാൻ കഴിയില്ല, ഒരിറ്റു വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് മാത്രം ആഗ്രഹിച്ച ആ സമയത്ത് ചുറ്റുമൊന്നും കാണാനില്ല, വനമല്ലാതെ ആരുമില്ല. ഏതായാലും മുന്നിൽ കണ്ട ഒരു വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ആ വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിലെത്തിയപ്പോ അദ്ദേഹം അത്ഭുതകരമായ ഒരു കാഴ്ച. തേജസ്വികളായിട്ടുള്ള കുറെ ആൾക്കാർ അവിടെ ഇരുന്ന് തപസ് ചെയ്യും. മഹാതേജസ്വികളായിട്ടുള്ള ആ തപസ്വികളെ കണ്ടിട്ട് അദ്ദേഹം അവരുടെ അടുത്തേക്ക് ചെയ്തു. രാജാവിന്റെ ആവശ്യം അല്പം കുടിവെള്ളം മാത്രമാണ്. പക്ഷെ അവരൊക്കെ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുകയും കണ്ണ് തുറക്കുന്നില്ല, തന്നെ കണ്ട ഭാവമില്ല. പക്ഷെ വെള്ളം കുടിച്ചില്ലെങ്കിൽ മരിച്ചു വീഴും എന്ന് തോന്നിയ സമയത്ത് അദ്ദേഹം പതുക്കെ ഒന്ന് മുരടനക്കി. പെട്ടെന്ന് അതിൽ പ്രായമുള്ള ആള് കണ്ണു തുറന്നു. എന്നിട്ട് ചോദിച്ചു, താങ്കൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു? രാജാവ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്കല്പം വെള്ളം കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, ഉറങ്ങിയിട്ട്, വെള്ളം കുടിച്ചിട്ട്. അത്രയും പറഞ്ഞു തീർന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ആ താപസി പറഞ്ഞു, ഈ മരത്തിനോട് ചോദിക്കും. മരത്തിനോട് ചോദിക്കണം. അദ്ദേഹത്തിന്റെ മനസ്സിലൊരു സംശയം, രാജാവിന്റെ മനസ്സിലൊരു സംശയം. ചോദിക്കൂ. അപ്പോ അദ്ദേഹം മരത്തിന്റെ നേരെ അടുത്ത് ചെന്ന് മരത്തിനെ താണ് തൊഴുതിട്ട്, രാജാവ്, എനിക്ക് ദാഹിക്കുന്നു, അല്പം കുടിവെള്ളം തരുമോ? അത് പറഞ്ഞു തീർന്നതും രാജാവിന്റെ മുമ്പിൽ മനോഹരമായിട്ടുള്ള ഒരു പാത്രത്തിൽ ശുദ്ധജലം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അത് ആവോളം കുടിച്ചു. അപ്പോൾ വീണ്ടും താമസം ചോദിച്ചു, ഇനി എന്താണ് താങ്കൾക്ക് വേണ്ടത്? വെള്ളം കുടിച്ചപ്പോഴാണ് വിശപ്പ് ആളിക്കത്തിയത്. ഞാൻ 3 ദിവസമായി ഭക്ഷണം കഴിച്ചു. മരത്തോട് ചോദിക്കൂ. രാജാവിന് വീണ്ടും ഒരു സംശയം, മരത്തിന് ഇതും തരാൻ കഴിയുമോ? ഏതായാലും മരത്തിനോട് ചോദിച്ചു. അത്യത്ഭുതം എന്നേ പറയണ്ടു,
വിഭവസമൃദ്ധമായ ഒരു സദ്യ രാജാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. രാജാവ് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോ രാജാവിന് ജീവൻ നിലനിൽക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായി. പക്ഷേ വലിയ ക്ഷീണം. അപ്പോൾ താമസം ചോദിച്ചു, സാധാരണ കൊട്ടാരത്തിൽ ഇതുപോലെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ എന്താണ് ചെയ്യുക? രാജാവ് പറഞ്ഞു, അല്പനേരം ഒന്ന് വിശ്രമിക്കും. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നു, 3 ദിവസമായി ഉറങ്ങിയിട്ട്. ശരി, മരത്തോട് ചോദിച്ചു. മരത്തിനടുത്ത് ചെന്ന് എനിക്ക് ക്ഷീണമുണ്ട്, ഒന്ന് വിശ്രമിക്കാനുള്ള സൗകര്യം തരുമോ എന്ന് ചോദിച്ചതും കൊട്ടാരത്തിനേക്കാൾ നല്ല ഒരു കട്ടിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. രാജാവ് ആ കട്ടിലിൽ കയറി കിടന്നതേ ഓർമ്മയുണ്ട്. പിറ്റേന്ന് രാവിലെയാണ് ഉണർന്നത്. ഉണർന്നെണീറ്റ് വന്ന രാജാവ് ഈ താപസന്മാരോട് യാത്ര പറഞ്ഞു. സ്വന്തം ദേശത്തേക്ക് മടങ്ങാൻ ഒരുങ്ങിയപ്പോഴാണ് ഓർത്തത്, അല്ല, അത് എന്റെ ദേശമല്ലല്ലോ, ശത്രു രാജാവ് പിടിച്ചെടുത്തല്ലോ, ഇനി എന്ത് ചെയ്യും? അങ്ങനെ ആകെ പ്രശ്നത്തിലായ രാജാവ് ആ നിൽക്കുന്ന സമയത്ത് താമസം ചോദിച്ചു, എന്താ അതിന് ആലോചിക്കുന്നത്? അല്ല, ഇന്നലെ കുടിവെള്ളവും ഭക്ഷണവും ഉറങ്ങാനുള്ള കട്ടിലും ഒക്കെ തന്ന ഈ ഒരു മരം എല്ലാം തരാൻ കഴിവുള്ള മരമാണ്. എന്താ സംശയം? അല്ല, എനിക്ക് എന്റെ രാജ്യം നഷ്ടപ്പെട്ടില്ല. എന്റെ രാജ്യം തിരിച്ചു തരാൻ ഈ മരത്തിന് കഴിയും. അപ്പോഴും താമസം പറഞ്ഞു, ശരി, ചോദിക്കൂ, മരത്തിനോട് ചോദിക്കൂ. രാജാവ് മരത്തിനെ സമീപിച്ച് തന്റെ ആഗ്രഹം പറഞ്ഞു. എനിക്ക് നഷ്ടപ്പെട്ട രാജ്യവും അധികാരവും പ്രജകളും ഒക്കെ എനിക്ക് തിരിച്ചു കിട്ടുമോ? മരം ഒന്നും വേണ്ടിയില്ല, ഒന്നും സംഭവിച്ചില്ല. പെട്ടെന്ന് പുറകിൽ വനത്തിനിടയിൽ കൂടി ഒരു ഇലയനക്കം, ഒരു ശബ്ദം. രാജാവ് തിരിച്ചു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോൾ രാജാവ് കാണുന്നത് ശത്രു രാജാവ് ഒരു കുതിരപ്പുറത്ത് ആയുധമേന്തി തന്റെ പരിവാരങ്ങളോടുകൂടി വനത്തിലേക്ക് വരുന്നതാണ്. രാജാവ് ഞെട്ടിപ്പോയി. ഓടി ഒളിച്ച തന്നെ വനത്തിനകത്ത് വന്ന് കണ്ടുപിടിച്ച് കൊല ചെയ്യാനായിരിക്കും അദ്ദേഹം വരുന്നത് എന്ന് കരുതി അദ്ദേഹം സ്തബ്ധനായി നിന്നുപോയി. ശത്രു രാജാവ് വേഗം കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി. തന്റെ കയ്യിലുള്ള ഉടവാൾ ഈ രാജാവിന്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ചിട്ട് പറഞ്ഞു, മഹാരാജാവേ, എനിക്ക് തെറ്റുപറ്റി. അങ്ങയുടെ രാജ്യം വെട്ടിപ്പിടിക്കുന്നത് അധാർമികമാണ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങയുടെ പ്രജകൾ അങ്ങയെ പിതാവിനെ പോലെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രജകൾ കൊണ്ട് നിറഞ്ഞ ഒരു രാജ്യം എനിക്ക് ഭരിച്ചു പോകാനാവില്ല. അതുകൊണ്ട് പ്രജകളുടെ ആഗ്രഹപ്രകാരം ഞാൻ വന്നു അങ്ങയെ തിരിച്ചു കൊണ്ടുപോകാൻ, അതേ സിംഹാസനത്തിൽ ഇരുത്താൻ, അതേ അധികാരം തിരിച്ചു നൽകാൻ. അതുകൊണ്ട് ദയവായി എന്നോടൊപ്പം വരണം. രാജാവ് അവരോടൊപ്പം പോയി. രാജ്യത്തിന്റെ അതിർത്തിയിൽ ആയിരക്കണക്കിന് പ്രജകൾ രാജാവിനെ കാത്തു നിൽപ്പുണ്ടായി. അവരെ സ്വീകരിച്ചു, കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി പഴയ സിംഹാസനത്തിൽ ഇരുത്തി വീണ്ടും അഭിഷേകം നടത്തി രാജാവിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടു കൂടി അന്ന് ആഘോഷപൂർവ്വം കഴിഞ്ഞു. രാജാവ് അന്ന് നേരത്തെ ഉറങ്ങാൻ കിടന്നു. പക്ഷേ നേരം പുലരുന്നതിന് മുമ്പ് രാജാവ് ഞെട്ടി ഉണർന്നു. രാജ്ഞി ചോദിച്ചു, എന്തു പറ്റി? അങ്ങക്ക് 2-3 ദിവസത്തെ ക്ഷീണമുണ്ടല്ലോ, എന്തിനാണ് ഇത്ര രാവിലെ എഴുന്നേൽക്കുന്നത്? അല്ല, എനിക്കൊരു അത്യാവശ്യം. എന്താ അത്യാവശ്യം? അല്ല, എനിക്കൊരു സംശയം. എനിക്കുടൻ വനത്തിലേക്ക് പോകണം, ആ താപസന്മാരെ കാണണം, അവരോട് ചോദിക്കണം. രാജാവ് പെട്ടെന്ന് കുതിരപ്പുറത്തേറി വനത്തിലേക്ക് യാത്ര തിരിച്ചു. വനത്തിലെത്തി ആ മരത്തിന്റെ ചുവട്ടിൽ അപ്പോഴും താപസന്മാർ അവിടെ തന്നെ. താപസന്മാർ ചോദിച്ചു, എന്താ രാജാവേ തിരിച്ചു വന്നത്? മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ? അല്ല, ആവശ്യമൊന്നുമല്ല, ഒരു സംശയം. എന്താ സംശയം? അല്ല, എന്ത് ചോദിച്ചാലും തരാൻ കഴിവുണ്ട് ഈ മരത്തിന്, എനിക്ക് ബോധ്യപ്പെട്ടു ഇന്നലെ. എന്തിനേറെ, എന്റെ രാജ്യവും അധികാരവും എന്റെ സകല സമ്പത്തുകളും ഐശ്വര്യവും പ്രതാപവും എല്ലാം എനിക്ക് തിരിച്ചു തന്നു ഈ മരം. അതെ, പിന്നെന്താ സംശയം? അതല്ല, ഇത്രയൊക്കെ കഴിവുള്ള ഈ മരം ഇവിടെ സ്വന്തമായിട്ടുണ്ടായിരുന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊന്നും ചോദിക്കാതെ ഇവിടെ ഈ തപസ്സനുഷ്ഠിക്കുന്നത്? അപ്പോൾ ആ വൃദ്ധതാപസൻ, തേജസ്വിയായ വൃദ്ധതാപസൻ തിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, ഞാൻ ഈ കഥ ഇവിടെ സൂചിപ്പിക്കാൻ കാരണം സംസ്കൃതം എന്ന ആ മഹാവൃക്ഷത്തിന്റെ ചുവട്ടിൽ താപസ്വികളായി കുറേ പേർ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. അവർ സംസ്കൃത ഭാഷയെ കാത്തു സൂക്ഷിച്ച് അതിനെ സമ്പന്നവും സമൃദ്ധവുമാക്കി
നമ്മുടെ എല്ലാ ആഗ്രഹ പൂർത്തീകരണത്തിനും പര്യാപ്തമായ രീതിയിൽ കഥയുടെ അവസാന ഭാഗം കേട്ടില്ല എന്നാണ് പറഞ്ഞത്. കഥ പെട്ടെന്ന് അവസാനിച്ചതാണ്, അപ്പോഴാണ് ബ്രേക്ക് ആയത്. അവസാന ഭാഗം അത്രയേ ഉള്ളൂ. ആ മരം അവിടെ നിൽക്കാൻ, സംസ്കൃതമാവുന്ന മരം അവിടെ നിൽക്കാൻ കാരണം അതിന്റെ ചുവട്ടിലിരിക്കുന്ന താപസന്മാരുടെ തപസ്സാണ് എന്നാണ് സൂചിപ്പിച്ചത്. അത്രയേ ഉള്ളൂ കഥ. ആ താപസന്മാരാണ് ഇതുവരെ നമുക്ക് വഴികാട്ടികളായി ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ഈ യോഗം സംഘടിപ്പിച്ചതും അതിന് നേതൃത്വം നൽകുന്നതുമൊക്കെ ഈ താപസന്മാരാണ്. എന്നാൽ ആ സംസ്കൃതമാവുന്ന ദൗത്യം അവർ ചെയ്തുവെങ്കിൽ ആ സംസ്കൃത മഹാവൃക്ഷത്തിന്റെ അനുഗ്രഹമാവുന്ന രാജ്യവും ഒക്കെ ബുദ്ധമതം, ഭഗവാൻ ബുദ്ധൻ ഉണ്ടായത് ഭാരതത്തിൽ, ബുദ്ധമതം ജനിച്ചത് ഭാരതത്തിൽ. പക്ഷേ ഇന്ന് ഭാരതത്തില് ബുദ്ധമതം എപ്രകാരം ലുബ്ധപ്രചാരമായോ അതുപോലെ നമ്മൾ സംസ്കൃതം ജനിച്ചത് എന്റെ വീഡിയോയും കൂടി ഓഫാക്കുകയാണ്. സംസ്കൃതം ജനിച്ചത് ഭാരതത്തിൽ. പക്ഷേ സംസ്കൃതം ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതും പ്രചരിപ്പിക്കപ്പെടുന്നതും വിദേശ രാജ്യങ്ങളിലാണ്. അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്ന 4 ഭൂഖണ്ഡങ്ങളിൽ ഇന്ന് സംസ്കൃതത്തിന് വളരെയേറെ പ്രചാരം സിദ്ധിക്കുന്നുണ്ട്. പുതിയ തലമുറ പഠിക്കുന്നുണ്ട്, അവരതിനെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഭാരതത്തില് അത്രയും അതിന്റെ പ്രയോഗം ശക്തി ആർജിച്ച് വരുന്നില്ല. ഒരൊറ്റ ഉദാഹരണം പറയാം. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഓരോ വർഷവും 100 കോടി മുതൽ 1000 കോടി രൂപ വരെ സംസ്കൃത ഭാഷ പരിപോഷണത്തിനും സംസ്കൃത ഭാഷയും സംസ്കൃത സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പരിപോഷണത്തിനും വേണ്ടി ബജറ്റിൽ നീക്കിവെക്കുന്നു. 100 കോടി മുതൽ 1000 കോടി രൂപ വരെ. പക്ഷെ ഒരിക്കലും അത് ഏറ്റുവാങ്ങി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രതിവർഷം 100 കണക്കിന് കോടി രൂപ സംസ്കൃത പരിപോഷണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നീക്കിവെക്കുന്ന 100 കണക്കിന് കോടി രൂപ പാഴായി പോവുകയാണ് പതിവ്. അത് ഏറ്റെടുത്ത് നടത്താൻ ആളില്ല. അപ്പോൾ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ദരിദ്രന്റെ സ്വപ്നം വരും തീരും. ദരിദ്രന് ആക്ഷൻ പ്ലാനുകൾ ഇല്ല. അതുകൊണ്ടാണ് സംസ്കൃത പരിപോഷണത്തിന് വേണ്ടി സർക്കാർ അനുവദിക്കുന്ന തുക പോലും ഉപയോഗപ്പെടുത്താൻ കഴിയാതെ വരുന്നത്. അതെന്തുകൊണ്ടാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സംസ്കൃത ഭാഷ നമ്മളെ രക്ഷിക്കില്ല എന്നുള്ള ഒരു ധാരണ ആനയുടെ ചെവിയിലെ തോട്ടി പോലെ അവിടെ ഇരിക്കുകയാണ്. ഏതായാലും അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ രംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് അല്പം കൂടി ഒരു ആത്മവിശ്വാസം, ഒരു കരുത്ത് അതുണ്ടായിരുന്നാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. നമ്മളെ പലപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മളൊരു പട്ടമാണ് എങ്കിൽ ആ പട്ടത്തിന്റെ ഉയരത്തിൽ പറക്കാനുള്ള ശേഷി, ഇത് രണ്ടും നിശ്ചയിക്കുന്നത് പട്ടത്തിനെ പിറകോട്ട് പിടിച്ച് വലിക്കുന്ന ചരടാണ്. അതുകൊണ്ട് സംസ്കൃത ഭാഷാ പഠനത്തിലും അതിന്റെ പരിപോഷണത്തിലും സംസ്കൃത ഭാഷ ഉപയോഗിച്ചുകൊണ്ടുള്ള സിവിൽ സർവീസ് പ്രവേശത്തിലും പലരും നമ്മളെ താഴോട്ട് പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിൽ ആ ചരട് കൈകാര്യം ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ സഹപാഠികളും ചിലപ്പോഴൊക്കെ നമ്മുടെ അധ്യാപകരുമായിരിക്കാം. എങ്കിൽ പോലും ഓർക്കുക, ആ ചരട് നമ്മളെ പിറകോട്ട് വലിച്ചില്ല എങ്കിൽ നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാനാവില്ല. പട്ടവും ചരടും പോലെയാണ് സംസ്കൃതത്തിന്റെ സാഹസിക യാത്രയ്ക്ക് ഒരുങ്ങുന്ന നമ്മൾ ഓരോരുത്തരുടെയും ബന്ധം. അതായത് പട്ടമാകുന്ന നമ്മൾ അനന്തവിഹായസിലെ സാഹസിക യാത്രയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് ആ പുറകോട്ട് പിടിച്ച് നമ്മളെ വലിക്കുന്ന ചരടിന്റെ വലിയുടെ ശക്തിയാണ് നമ്മൾ ഉയരങ്ങളിൽ പറക്കാൻ കാരണം. അതുകൊണ്ട് പിന്നോട്ട് വലിക്കട്ടെ, നിരുത്സാഹപ്പെടുത്തട്ടെ, തടയട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അത്രയും ഉയരത്തിലേക്ക് നമ്മൾ ഉയരുക തന്നെ ചെയ്യും എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി വേണം ഈ രംഗത്തേക്ക് ഇറങ്ങി വരാൻ എന്ന് ഞാൻ ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ചെറിയ സംഭവം കൂടി നിങ്ങളുടെ മുമ്പാകെ വയ്ക്കാം. ആന്ധ്രാപ്രദേശിലെ ഒരു പെൺകുട്ടി ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ എത്തുകയാണ്. അപ്പോൾ ആ ഇന്റർവ്യൂ ബോർഡിൽ 3 പേരാണുള്ളത്.
ഈ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്ന ഒരാൾ റിട്ടയർ ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞ കഥയാണ്, സംഭവമാണ് ഇത്. അപ്പോ ആ പെൺകുട്ടിയോട് ചോദിച്ചു, എവിടുന്നാ വരുന്നത്? ആന്ധ്രാപ്രദേശില്. അച്ഛൻ എന്താ ജോലി? ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഈ പഠിക്കുന്ന സബ്ജക്ട് ഇല്ലാതെ മറ്റെന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ വേദം പഠിക്കുന്നുണ്ട്. എത്ര വർഷമായി? 3-ാമത്തെ വർഷമാണ്. ആരാ പഠിപ്പിക്കുന്നത്? എന്റെ അച്ഛൻ തന്നെയാണ്. ക്ഷേത്രത്തിൽ ഒരു ചെറിയ വേദപാഠശാലയുണ്ട്, അവിടെ പഠിക്കുന്നു. അങ്ങനെ കുശലമൊക്കെ പറഞ്ഞു. ഇന്റർവ്യൂവിലേക്ക് കടന്നില്ല. അപ്പോ ഇന്റർവ്യൂ ബോർഡിലെ ഒരു മെമ്പർ ഈ കുട്ടിയോട് ചോദിച്ചു, വേദം പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വേദപാഠം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനയൊന്ന് ചൊല്ലാമോ? ആ ചോദ്യം ഒരല്പം അപകടം പിടിച്ചത്. പെൺകുട്ടി ആദ്യം ഒന്ന് അമ്പരന്ന് പോകാൻ ഒരുങ്ങിയെങ്കിലും അമ്പരന്നില്ല. പറഞ്ഞു, ചൊല്ലാം. അങ്ങനെ ചൊല്ലണമെങ്കിൽ ഒരു പ്രത്യേക ആസനത്തിൽ ഇരിക്കണം. അങ്ങനെയാണ് ചൊല്ലുക പതിവ്. ഒരു സംശയവുമില്ലാതെ IAS ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിലെ കസേരയിൽ നിർദ്ദിഷ്ടമായ ആസനത്തിൽ ഇരുന്നു കൊണ്ട് ആ മന്ത്രത്തിന്റെ 4 പാദങ്ങളിൽ 2 പാദം ചൊല്ലിയപ്പോ അദ്ദേഹം പറഞ്ഞു, നിർത്തിക്കോളൂ, ബാക്കി ചൊല്ലണ്ട, നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു. ആ കുട്ടി ഞെട്ടിപ്പോയി. പെട്ടെന്ന് ആ കുട്ടി പരിഭ്രമത്തോടു കൂടി എഴുന്നേറ്റ് പുറത്തേക്ക് പോയപ്പോ പുറത്തു നിന്നവർ ചോദിച്ചു, എന്ത് പറ്റി? ഇന്റർവ്യൂ നടന്നില്ലേ? കുട്ടി പറഞ്ഞു, ഇന്റർവ്യൂ നടന്നില്ല. എന്താണെന്ന് അറിയില്ല. എന്നോടൊരു ശ്ലോകം ചൊല്ലാൻ പറഞ്ഞു. പകുതി ചൊല്ലിയപ്പോഴേക്കും നിർത്തി പൊക്കോളാൻ പറഞ്ഞു. ഇനി ഞാൻ ഇന്റർവ്യൂ ബോർഡിന് അകത്തേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുക. ഈ കുട്ടിയോട് ചോദ്യം ചോദിച്ച ആ ഇന്റർവ്യൂ ബോർഡ് മെമ്പറോട് ഇന്റർവ്യൂ ബോർഡിന്റെ അന്നത്തെ ചെയർമാൻ ചോദിച്ചു, സാർ ഈ കുട്ടിക്ക് എത്ര മാർക്ക് കൊടുത്തു? അപ്പൊ അദ്ദേഹം തിരിച്ച് ചെയർമാനോട് ചോദിച്ചു, അല്ല സാറാണെങ്കിൽ ഈ കുട്ടിക്ക് എത്ര മാർക്ക് കൊടുത്തു? അപ്പോ ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ പറഞ്ഞു, മുഴുവൻ മാർക്കും കൊടുത്തു. ആ കുട്ടിക്ക് നല്ല മാർക്കോടുകൂടി ഇന്റർവ്യൂ പാസ്സാവാൻ കഴിയും. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂവിൽ സബ്ജക്ട് നോളജ് അല്ല നോക്കുക. തന്റെ വിശ്വാസ പ്രമാണങ്ങളോടും തന്റെ രാജ്യത്തോടും സംസ്കാരത്തോടുമുള്ള കൂറും വിശ്വസ്തതയും ഭക്തിയും പ്രതിജ്ഞാബദ്ധതയും അടക്കമുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റാണ് നമ്മുടെ മലയാളി മാത്രം ഇന്റർവ്യൂ എന്ന് പറയുന്ന സിവിൽ സർവീസ് UPSC പരീക്ഷയുടെ 3-ാമത്തെയും അവസാനത്തെയും ഘട്ടം. ഞാനിത് സൂചിപ്പിച്ചത് നമ്മുടെ സ്വഭാവ ശുദ്ധിയും രാജ്യത്തോടുള്ള കൂറും അപ്രകാരമുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഗുണങ്ങളും ഒക്കെ തന്നെ പരീക്ഷിക്കപ്പെടുന്ന ഈ രംഗത്ത് സംസ്കൃതത്തിലൂടെ സംസ്കൃതചിത്തരായിട്ടുള്ള ഏതൊരു കുട്ടിക്കും വളരെ എളുപ്പം സ്കോർ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ ഉദ്ഘാടകൻ ഇതൊരു സ്കോറിംഗ് സബ്ജക്റ്റ് ആണ് എന്ന് പറഞ്ഞത്. അതായത് ഹാർഡ് വർക്കിങ്ങും പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ ആ ഹാർഡ് വർക്കും പ്ലാനിങ്ങും കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും. ഞാൻ ആമുഖമായിട്ട് ഇത്രേ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വേഗം ഇതിന്റെ പരീക്ഷ എന്താണ്, എങ്ങനെയാണ്, ഇതിന്റെ സ്കീം എന്താണ് എന്ന് ഒന്ന് പരിചയപ്പെടാം. ഇപ്പോ UPSC എക്സാമിന് 3 ഘട്ടങ്ങളാണ്. നമുക്കൊക്കെ അറിയാം പലർക്കും, എങ്കിലും ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കാം. പ്രിലിമിനറി എക്സാം, പ്രിലിംസ് എന്ന് അറിയപ്പെടുന്നു. മെയിൻസ്, പ്രിലിംസ് ജയിച്ചു കഴിഞ്ഞാൽ മെയിൻസ് കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ടെസ്റ്റ്, മലയാളി ഇന്റർവ്യൂ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇതില് പ്രിലിമിനറി പ്രാഥമിക പരീക്ഷയിൽ 2 കമ്പൽസറി പേപ്പേഴ്സ് ആണുള്ളത്. 200 മാർക്ക് വീതമാണ് അതിനുള്ളത്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അങ്ങനെ 200 ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യേണ്ടത്. 2 മണിക്കൂർ വീതമാണ് അതിന്റെ പരീക്ഷയുടെ സമയദൈർഘ്യം. അത് കഴിഞ്ഞാൽ പിന്നീട്, അതായത് പ്രിലിമിനറി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ പരീക്ഷകളിലേക്ക് കടക്കാം. അതിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 അതൊരു ക്വാളിഫയിങ് പേപ്പറാണ്. ഇതിൽ മിനിമം ക്വാളിഫയിങ് മാർക്ക് എന്ന് പറയുന്നത് 33%. ഇത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നമുക്ക് എഴുതാം. ഇനി ഈ ക്വാളിഫൈഡ് പേപ്പറിൽ റീജിയണൽ ലാംഗ്വേജ്, അതായത് നമ്മുടെ 22 റീജിയണൽ ലാംഗ്വേജസ് ആണ് ഇന്ത്യയിലുള്ളത്. അതിൽ ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് 300 മാർക്കാണ്. അതുപോലെ ഇംഗ്ലീഷ് മറ്റൊരു പേപ്പറാണ്. പാർട്ട് 1, പാർട്ട് ബി എന്ന പാർട്ട് എ, പാർട്ട് ബി അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 300 മാർക്ക് വീതമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പേപ്പർ 1 essay ആണ്.
അത് 250 മാർക്കാണ്. ഇത് ഇംഗ്ലീഷിലുള്ള എസ്സേ ആണ്. ഇനി പേപ്പർ 2 250 മാർക്കാണ്. നമ്മൾ ഇവിടെ മുതൽ അതിനെ എണ്ണുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 എന്നാണ്. സിവിൽ സർവീസിലേക്ക് വരുന്നവർക്ക് അത് വളരെ പരിചിതമാണ്. ആ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 250 മാർക്ക്. ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി ആൻഡ് ജിയോഗ്രഫി ഓഫ് ദി വേൾഡ് ആൻഡ് സൊസൈറ്റി, ഈ മേഖലയാണ് നമ്മൾ ആ പേപ്പറിന് കൈകാര്യം ചെയ്യുന്നത്. അടുത്ത പേപ്പർ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2, അതും 250 മാർക്കാണ്. ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോളിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻസ് എന്നൊക്കെ ഉൾപ്പെടുന്ന ആ മേഖല. സാധാരണ പോളിറ്റി എന്നാണ് അതിന് പറയുക എന്നേ ഉള്ളൂ. അടുത്തത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3, വീണ്ടും അതും 250 മാർക്കാണ്. സയൻസ് ആൻഡ് ടെക് എന്നാണ് ഇതിനെ സാധാരണ പറയുക. ടെക്നോളജി, എക്കണോമിക് ഡെവലപ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി, സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എൻവയോൺമെന്റ്, ഇതൊക്കെയാണ് ഈ പേപ്പറിൽ നമ്മൾ പഠിക്കേണ്ടത്. അടുത്ത പേപ്പർ ജനറൽ സ്റ്റഡീസ് പേപ്പർ 4, എത്തിക്സ് ആൻഡ് ഇന്റഗ്രിറ്റി ആപ്റ്റിറ്റ്യൂഡ്. എത്തിക്സ് പേപ്പർ എന്നാണ് പൊതുവെ അറിയപ്പെടുക. ഇത് നമ്മളെ പോലുള്ളവർക്ക് വളരെ എളുപ്പം കൈകാര്യം ചെയ്യുന്ന, ധാരാളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് എത്തിക്സ് എന്നുള്ള ഈ ഒരു ജനറൽ സ്റ്റഡീസ് പേപ്പർ 4. ഇനി ഓപ്ഷണൽ സബ്ജക്ട്. ഈ ഓപ്ഷണൽ സബ്ജക്ട് എന്നുള്ളിടത്താണ് നമ്മൾ പറയുന്ന സംസ്കൃതം വരിക. സംസ്കൃതം എന്നുള്ളത് ഉൾപ്പെടെ ഇന്ത്യയിലെ 22 ഭാഷകൾ ഓപ്ഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. അതുകൂടാതെ മറ്റ് സബ്ജക്റ്റുകളുമുണ്ട്. അപ്പോൾ ഓപ്ഷണൽ സബ്ജക്റ്റില് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അങ്ങനെ 2 പേപ്പറിനും 250 പ്ലസ് 250 500 മാർക്കാണ് കിട്ടുക. അതായത് റിട്ടൺ ടെസ്റ്റില് 1750 മാർക്ക് ആകെ ഉള്ളതില് ഓപ്ഷണൽ സബ്ജക്റ്റിലെ 2 പേപ്പറുകളിലൂടെ നമുക്ക് 500 മാർക്ക്, 1750-ൽ 500 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 500 മാർക്കും കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്, 500 മാർക്കുണ്ട്. എന്നാൽ ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് വളരെ ഭംഗിയായിട്ട് പഠിക്കുന്നു. പ്രത്യേകിച്ച് സംസ്കൃതം എടുത്ത് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു 300 മുതൽ 350 വരെ മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് ഇത് വളരെയേറെ മാർക്ക് സ്കോറിംഗ് സബ്ജക്റ്റ് ആണ് എന്നുള്ളതിന്റെ തെളിവാണ്. അതിൽ പഠിപ്പിക്കാൻ വളരെയേറെ പ്രാഗൽഭ്യമുള്ള ആൾക്കാർ നമുക്കുണ്ട്. സംസ്കൃതത്തോട് താല്പര്യമുള്ള കുട്ടികളും കൂടിയാണ് എങ്കിൽ ഒരു 300-നും 350-നും ഇടയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 350-ന് മുകളിൽ വരെ എത്താനും സാധിക്കും. ഇതിലൊരു പ്രത്യേകത കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. സംസ്കൃതം എടുത്ത് പഠിക്കാൻ വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്, വളരെയേറെ കുറവാണ്. അതുകൊണ്ട് തന്നെ സംസ്കൃതം ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടെന്നാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കാരണം എഴുതാൻ അധികം കുട്ടികളൊന്നുമില്ല, വലിയ മത്സരമില്ല. അപ്പോൾ ആകെപ്പാടെ കിട്ടുന്ന കുട്ടികളെ അത്ര അങ്ങ് പരീക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ ഡയറക്റ്റ് തന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോ കൃത്യമായിട്ടും ആൻസർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഏരിയ ആണ്. അതിന്റെ സിലബസ് കണ്ടാൽ വളരെ വാസ്റ്റ് ആണെന്ന് തോന്നുമെങ്കിലും ആ സിലബസ് മുഴുവൻ ആഴത്തിലും പരപ്പിലും പഠിച്ചു തീർക്കേണ്ട കാര്യം സിവിൽ സർവീസ് പരീക്ഷയിൽ ഇല്ല. അത് ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, മാർക്ക് എപ്രകാരമാണ് സ്കോർ ചെയ്യുന്നത് എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ടീച്ചേഴ്സ് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. എന്ന് മാത്രമല്ല, അതിൽ ചില ഭാഗങ്ങൾ ഇംഗ്ലീഷിൽ എഴുതാം. എല്ലാ ചോദ്യങ്ങളും സംസ്കൃതത്തിൽ തന്നെ ആൻസർ ചെയ്യണമെന്നില്ല. അതിന്റെ ചില മേഖലകൾ ഇംഗ്ലീഷിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊക്കെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ, ക്ലാസ്സിൽ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് വിശദീകരിക്കാം. ഏതായാലും 1750 മാർക്കിൽ 500 മാർക്ക് വരുന്ന ഓപ്ഷണൽ സബ്ജക്റ്റ് സംസ്കൃതം എടുക്കാൻ തയ്യാറുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോറിങ്ങിനുള്ള വലിയ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചത്. ഇനി ഈ 1750 കഴിഞ്ഞാൽ പിന്നെയുള്ളത് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മലയാളികൾ മാത്രം ഇന്റർവ്യൂ എന്ന് വിളിക്കുന്ന പേഴ്സണാലിറ്റി ടെസ്റ്റാണ് അതിനുശേഷം വരുന്നത്. അപ്പോൾ ഈ 3 ഘട്ടങ്ങൾ, പ്രിലിമിനറി കഴിഞ്ഞാൽ പാസ്സായാൽ നമുക്ക് മെയിൻസിലേക്ക് കടക്കാം. പ്രിലിമിനറിയും മെയിൻസും പാസ്സായാൽ പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്ക് വരാം. ആ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഇന്റർവ്യൂവിന് 275 മാർക്കും കൂടി ചേർത്താൽ ആകെ നമുക്ക് വേണ്ട മാർക്ക് 2025 മാർക്കാണ് ആകെ ഉള്ളത്.
ആകെ ഉള്ളത്. ഈ 2025 മാർക്കിൽ ഒരു 50%, 51% മാർക്ക് കിട്ടുന്ന കുട്ടി IAS-ന് ഫസ്റ്റ് റാങ്ക് കിട്ടും എന്ന് പറയുമ്പോൾ എത്ര മാർക്ക് വേണം എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാകും. ഒരു 50% മുകളിൽ കിട്ടിയാൽ തന്നെ റാങ്കായി. കാരണം മാർക്ക് സ്കോർ ചെയ്യുന്നതിൽ അത്രയും കുറച്ച് മാർക്കേ സ്കോർ ചെയ്യാറുള്ളൂ സാധാരണ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഏതായാലും ഇതാണ് നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള, അതിന്റെ സബ്ജക്റ്റുകളെ സംബന്ധിച്ചുള്ള, മാർക്കുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ. ഇതില് നമുക്ക് വേണ്ടത് ഇംഗ്ലീഷ് ഒരു ഹൈസ്കൂൾ ലെവൽ, മെട്രിക്കുലേഷൻ ലെവൽ, അതിന് തുല്യമായിട്ടുള്ള ഇംഗ്ലീഷ് മതി. വലിയ ഇംഗ്ലീഷ് പാണ്ഡിത്യത്തിന്റെ ആവശ്യമില്ല. അതൊരു ക്വാളിഫൈങ് നേച്ചറാണ് അതിനുള്ളത്. ശരാശരി ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുക, പഠിച്ചിരിക്കുക, അത് പ്രയോഗിക്കാൻ അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ ഇംഗ്ലീഷ് പാണ്ഡിത്യത്തിലേക്ക് പോകേണ്ട കാര്യം ഇല്ല. അത് കഴിഞ്ഞാൽ ഇതില് മാർക്ക് കൗണ്ട് ചെയ്യുന്നത് ഈ ലാംഗ്വേജ് പേപ്പർ കടക്കണമെങ്കിൽ അതിനൊരു 25% മാർക്ക്, അതായത് ക്വാളിഫൈങ് ഏരിയയിലാകുമ്പോൾ ഏറ്റവും ഉയർന്ന മാർക്കല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പാസ്സായി കടന്നു പോയാൽ മാത്രമേ. ഇനി ഓപ്ഷണൽ സബ്ജക്റ്റുകൾ, നമുക്ക് ധാരാളം ഓപ്ഷണൽ സബ്ജക്റ്റുകളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ സംസ്കൃതത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മറ്റ് ഓപ്ഷണൽ സബ്ജക്റ്റുകൾ വെറുതെ ഒന്ന് കാണിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേറെ ഓപ്ഷണൽ സബ്ജക്റ്റുകൾ, ഏതാണ്ട് ഒരു 22ഓളം നമ്മുടെ ലാംഗ്വേജ് ഉണ്ട്. പിന്നെ മറ്റെല്ലാം കൂടി ചേർത്ത് ഒരു 10-40ഓളം ഓപ്ഷണൽ സബ്ജക്റ്റുകൾ ഉണ്ട്. അതിൽ നമ്മൾ സംസ്കൃതം എന്നുള്ളത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉള്ള കാര്യങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചത്. അപ്പൊ ഇത്രയുമാണ് ഈ സിവിൽ സർവീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു ചെറിയ കാര്യം സൂചിപ്പിക്കുന്നത്, പെൺകുട്ടികൾ ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എഴുതുകയാണ് എങ്കിൽ ഒരു ജെൻഡർ ബാലൻസിന് വേണ്ടി അവർക്കൊരു പ്രത്യേക പരിഗണന എപ്പോഴും കിട്ടാറുണ്ട്. അതുകൊണ്ട് കിട്ടിക്കൊള്ളും എന്ന് കരുതി പഠിക്കാതിരിക്കരുത്. എങ്കിലും പെൺകുട്ടികൾക്ക് ഒരു മുൻതൂക്കം കിട്ടാൻ സാധ്യതയുണ്ട്. എപ്പോഴും അങ്ങനെ കാണാറുണ്ട്, കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് പെൺകുട്ടികൾ കൂടുതലായിട്ട് വരുന്നത് നല്ലതാണ് എന്ന് പറയുകയാണ്. മെയിൻസ് പരീക്ഷ എന്ന് പറയുന്നത് 3 മണിക്കൂർ ആണ് അതിന്റെ ഡ്യൂറേഷൻ. എസ്എ എഴുതുന്ന ആ ശൈലി ഒക്കെ നമ്മൾ പ്രത്യേകമായിട്ട് പഠിപ്പിക്കാറുണ്ട്. എങ്ങനെയാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള പരിശീലനമാണ്. ഇതൊക്കെ തന്നെ നമ്മുടെ ലാംഗ്വേജിനെ സംബന്ധിച്ചാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ് എടുക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് നമുക്ക് അവിടെ പ്രിഫർ ചെയ്യാം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ, ഇനിയിപ്പോ കാണുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം, ആ പോയിന്റ്സ് വെറുതെ ഒന്ന് ഓടിച്ച് കാണിക്കുന്നു എന്ന് മാത്രമേ. ഇപ്പോ എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത്, ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയായിരിക്കണം, ലെജിബിൾ ആയിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഇതൊന്നും ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ക്ലാസിന്റെ ഭാഗമായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ടാവും. ജയകുമാർ സാറെ, ആ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടതില്ല, അത് നമുക്ക് ക്ലാസ്സിൽ കാണിച്ചാലും. അപ്പോൾ നമ്മുടെ പരീക്ഷ സംബന്ധിച്ചിട്ടുള്ള ഒരു പരിചയമാണ് ഞാനിപ്പോൾ തന്നത്. ഈ പരിചയം വളരെ വിശദമായി നമ്മുടെ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. എനിക്ക് ചുരുക്കി സൂചിപ്പിക്കാനുള്ള കാര്യം ഇതാണ്, സിവിൽ സർവീസ് പരീക്ഷ എന്നുള്ളത് ഒരു കൃത്യമായ പരിശീലനത്തോടു കൂടി ഏത് കുട്ടിക്കും കടന്നെത്തി വിജയിക്കാവുന്ന മേഖലയാണ്. അതായത് വലിയ അക്കാഡമിക് എക്സലൻസിന്റെ ആവശ്യമില്ല, വലിയ തോതിൽ മാർക്ക് സ്കോർ ചെയ്ത് ഡിഗ്രി പാസ്സാവേണ്ട കാര്യമില്ല, ഏതെങ്കിലും ഒരു പ്രത്യേക സബ്ജക്റ്റ് എടുത്താൽ എളുപ്പമോ പ്രയാസമോ അങ്ങനെ ഒരു വിഷയമില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റില് ജസ്റ്റ് പാസ്സാവുന്ന ഏതൊരു കുട്ടിക്കും ഈ കാര്യം എഴുതാം, ഈ പരീക്ഷ എഴുതാം. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് പറയാം. അതായത് 21 വയസ്സ് പൂർത്തിയായിരിക്കണം പരീക്ഷ എഴുതാൻ. 21 വയസ്സ്, ഡിഗ്രി പാസ്സായിരിക്കും. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണെങ്കിൽ
32 വയസ്സ് വരെ എഴുതാം. 6 തവണ ചാൻസ് ഉണ്ട്. OBC കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണെങ്കിൽ 35 വയസ്സ് വരെ എഴുതാം. 9 തവണ ചാൻസ് ഉണ്ട്. SC അല്ലെങ്കിൽ ST കുട്ടികളാണെങ്കിൽ 37 വയസ്സ് വരെ എഴുതാം. അൺലിമിറ്റഡ് ചാൻസ്, അതായത് 37 വയസ്സ് വരെ എത്ര തവണ എഴുതാമോ അത്രയും തവണ എഴുതാം. ഇതാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. ഒരിക്കൽ കൂടി പറയാം. ജനറൽ കാറ്റഗറി 32 വയസ്സ്, OBC 35 വയസ്സ്, SC ST 37 വയസ്സ്. ഇതാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. ഇനി നമുക്ക് ഈ കാര്യങ്ങളുടെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം എന്ന് ഞാൻ കരുതുന്നു. അപ്പർ ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറി 32 വയസ്സ്, OBC കാറ്റഗറി 35 വയസ്സ്, SC ST 37 വയസ്സ്. പിന്നെ ഡിഫൻസിലൊക്കെ പോയിട്ട് വന്നവർക്ക് ഇപ്പോൾ ചില കുറച്ചുകൂടെ ഇളവുണ്ട്, 40 വയസ്സ് വരെ പോകാം. പക്ഷെ അത് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം 32, 35, 37 ജനറൽ, OBC, SC ST എങ്ങനെ ഓർക്കാം? ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം. അപ്പൊ ചോദ്യങ്ങൾ ഉള്ള ആളുകള്, ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നവര് ഒന്ന് ഹാൻഡ് റൈസ് ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. അത് ചെയ്താൽ ഹോസ്റ്റ് നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടാവും, ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും. ശർമാജി, ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ? ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. പറഞ്ഞു കൊടുത്തോളൂ ഹാൻഡ് റൈസ് ഓപ്ഷൻ. അതെ, അറിയാത്തവര് ഉണ്ടാവും. ശർമാജി ഒന്ന് പറയൂ അത്. ഇപ്പൊ ഒരാള് ജയലക്ഷ്മി അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ജയലക്ഷ്മി ജി. സർ, എനിക്ക് ചോദിക്കാനുള്ള ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണിച്ചായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു. ഹാൻഡ് റൈറ്റിംഗ് അല്ലേ? അതുകൊണ്ട് ഉദ്ദേശിച്ച ഇത്രയാണ്, നമ്മൾ ഈ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ലെജിബിൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആവശ്യമാണ്. അതായത് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ സുഗമമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആവശ്യമാണ്. അത് നമ്മൾ എസ്സേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, എസ്സേ റൈറ്റിംഗ് പ്രാക്ടീസിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് തരും. കാരണം എത്രമാത്രം പഠിച്ചാലും വളരെ വേഗത്തിൽ എഴുതേണ്ട ഒരു പരീക്ഷയാണ് ഇത്. അതുകൊണ്ടാണ് അത് നമ്മൾ എടുത്തു പറയുന്നത്. സാർ, ഇത് എത്ര ക്ലാസ് മുതലുള്ളവർക്കാണ് ഈ ട്രെയിനിങ്? ഈ ശരിക്കും ഡിഗ്രി പാസ്സായ കുട്ടികളാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ യോഗ്യരായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് 2 ക്ലാസ്സുകളാണുള്ളത്. ഒന്ന് ഡിഗ്രി പാസ്സായവർക്ക് വേണ്ടിയുള്ള കോഴ്സ്. അത് തിങ്കൾ മുതൽ വെള്ളി വരെ, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി, അങ്ങനെ 5 ദിവസം, ആഴ്ചയിൽ 5 ദിവസം പകൽ മുഴുവൻ വരും. അതായത് രാവിലെ മുതൽ ഉച്ച വരെ ക്ലാസ് ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം അതിന്റെ ആ ക്ലാസിന്റെ തന്നെ അസൈൻമെന്റ്സ് ഉണ്ടാവും. അതായത് ഫുൾ ടൈം എന്ന് പറയും. ഇനി ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ, അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, ഫൈനൽ ഇയർ അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത് 2 വർഷത്തെ കോഴ്സാണ്. അവർക്ക് ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമായിരിക്കും ക്ലാസ്. അങ്ങനെയാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ എറണാകുളത്ത് നിന്നാണ്. എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. മോൾ 8ാം ക്ലാസ്സിൽ ഇപ്പൊ ആയിട്ടേ ഉള്ളൂ. വളരെ ബിഗിനിങ് സ്റ്റേജിലാണ്. അപ്പോ നമ്മള് IASന്റെ വിഷയം, നമ്മുടെ മോള് സംസ്കൃതം പഠിക്കുന്നുണ്ട്. പുഷ്പലത ടീച്ചറുടെ കൂടെയാണ് സംസ്കൃതം പഠിക്കുന്നത്. അപ്പൊ ടീച്ചറാണ് ഇതിനെ കുറിച്ച് ഇട്ട് തന്നത്, IASന്റെ വിഷയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ. അപ്പൊ നമ്മൾ ആൾറെഡി ഒരു വേറൊരു ഓർഗനൈസേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഒന്നും നമ്മൾ അന്വേഷിച്ചിട്ടില്ല. വിവേകാനന്ദ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഉണ്ടല്ലോ തൃശ്ശൂർ. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സംസ്കൃതം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് ഇവിടെ ലിങ്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് സംസ്കൃതം ഇവിടെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളുടെ, യഥാർത്ഥത്തിലുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ സംസ്കൃതം ഓപ്ഷണൽ മാത്രമാണുള്ളത്. സ്കൂൾ കുട്ടികൾക്കുള്ള പ്രോഗ്രാം നമുക്ക് ഇല്ല. സ്കൂൾ കുട്ടികൾക്കുള്ള പ്രോഗ്രാം ഇല്ല. അതായത് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കും
ഡിഗ്രി പാസ്സായ കുട്ടികൾക്കും വേണ്ടിയുള്ള പ്രോഗ്രാമാണ് നമ്മുടെ സ്ഥാപനം ചെയ്യുന്നത്. സ്കൂൾ കുട്ടികളുടെ പ്രോഗ്രാം പണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ആ പ്രോഗ്രാം എല്ലാ സ്കൂളുകളും എല്ലാ മാനേജ്മെന്റുകളും സ്വന്തമായി തുടങ്ങിയപ്പോൾ ആണ് അത് നിർത്തിയത്. ഇപ്പോൾ നമുക്ക് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കും ഡിഗ്രി പാസ്സായവർക്കുള്ള റെഗുലർ പ്രോഗ്രാം മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ ഒരു ചോദ്യം വന്നത് PG കഴിഞ്ഞവർക്ക് അല്ലെ PG ചെയ്യുന്നവർക്ക്. തീർച്ചയായിട്ടും PG കഴിഞ്ഞവർക്കും PG ചെയ്യുന്നവർക്കും ഈ പ്രോഗ്രാമിൽ ചേരാം, ഒരു സംശയവും വേണ്ട, തീർച്ചയായിട്ടും ചേരാം. അപ്പോൾ നമുക്കിത് വേണമെങ്കിലേ സാറ് ഡൗട്ട് തീർന്നില്ല. ഓക്കെ, നമുക്കിത് ടീച്ചറോട് തന്നെ കൂടുതൽ ഫർദർ വേണമെന്നുണ്ടെങ്കിൽ ടീച്ചറോട് തന്നെ ആവശ്യപ്പെട്ടാൽ മതിയാവും ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ. അതായത് സ്കൂൾ കുട്ടികൾക്കുള്ള പ്രോഗ്രാം വേണം എന്ന് ധാരാളം പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങള് ഈ പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞിട്ട്, അതായത് ഈ പ്രോഗ്രാം തുടങ്ങുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ്. അത് തുടങ്ങി കഴിഞ്ഞിട്ട് സ്കൂൾ കുട്ടികളുടെ പ്രോഗ്രാം അതിന് ഒരു ബാച്ചിനുള്ള സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ സ്കൂൾ കുട്ടികളുടെ പ്രോഗ്രാം വീണ്ടും ആരംഭിക്കുന്നതാണ്. ഏതായാലും ഞങ്ങളുടെ കയ്യിൽ നമ്പർ ഉണ്ട്, ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങേ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ധന്യവാദം. ഓക്കെ സാർ, ഒരു സംശയം IAS-ഉമായിട്ട് റിലേറ്റഡ് അല്ല, സാർ പറഞ്ഞ ഒരു കാര്യത്തെ ബന്ധപ്പെടുത്തുകയാണ്. സാറ് പറഞ്ഞു ഇങ്ങനെ 1000 മുതൽ 100 മുതൽ 1000 വരെ കോടി രൂപ ഇങ്ങനെ നഷ്ടപ്പെടുന്നു, അത് ആരും എടുക്കാനില്ല. ഞാനൊരു ആർമി ഓഫീസറാണ്, ഒരു കേണലാണ്. ആദ്യമേ സംസ്കൃതം പഠിച്ചു തുടങ്ങിയിരുന്നു. പക്ഷെ സൈനിക് സ്കൂളിൽ പോയതിനു ശേഷം ആ സാംസ്കാരികമായിട്ടുള്ള ആ വഴി പെർസ്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ റിട്ടയർഡ് ആണ്. അപ്പൊ സമാജത്തിലേക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സംസ്കൃത ഇതിനെ പരിപോഷണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? എനിക്ക് വലിയ സംസ്കൃതം അറിഞ്ഞുകൂടാ, പക്ഷെ എപ്പോഴും സംസ്കൃതത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇതിനെ പ്രോത്സാഹിപ്പിക്കാനോ സമാജത്തിലേക്ക് കൂട്ടായ്മകൾ, റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്, ചില വ്യക്തികളുടെ കൂട്ടായ്മയുണ്ട്, അവർക്കെല്ലാം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ, എന്നെ പോലുള്ള ഒരു വ്യക്തിക്ക് സമയം പാഴാക്കി കളയാണ്, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ സർ? തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. അതിന്റെ പ്രോജക്റ്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കാം. നമ്മുടെ ഈ പ്രോഗ്രാം, കുട്ടികൾക്കുള്ള ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്നെ നേരിട്ട് ഫോണിൽ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് തരാം. ശരി സർ, താങ്ക് യു വെരി മച്ച്. സാർ, ഞാൻ ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ 10th എക്സാം കഴിഞ്ഞിരിക്കുക, റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ സിവിൽ സർവീസിലേക്ക് പോകാൻ ആഗ്രഹം. അപ്പൊ +1 ഏത് സബ്ജക്ട് എടുക്കുന്നതാ നല്ലത്? +1 ഏത് സബ്ജക്ട് എടുത്താലും സിവിൽ സർവീസിന് യാതൊരു പ്രത്യേകതയുമില്ല. ഏത് സബ്ജക്റ്റ് ആണോ കുട്ടിക്ക് പഠിച്ച് പാസ്സാവാൻ എളുപ്പം അതെടുത്തോളൂ. അപ്പൊ +1 +2 കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ സിവിൽ സർവീസിന് എഴുതുന്നത്. അപ്പൊ +1-നും +2-നും ഏത് സബ്ജക്ട് എടുത്താലും, ഡിഗ്രിക്ക് ഏത് സബ്ജക്ട് എടുത്താലും സിവിൽ സർവീസിന് എഴുതാം. അടുത്ത ചോദ്യം. സാർ, ഇതിന് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ടോ? കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ട്. ആ നമ്പറിൽ നിന്നാണ് രാവിലെ നിങ്ങളെല്ലാവരെയും വിളിച്ചത്. എങ്കിലും ഞാൻ ഒന്നുകൂടി അത് കാണിക്കാം. ഈ സ്ക്രീനിൽ നമ്പർ വന്നിട്ടുണ്ട്, ഒന്ന് നോട്ട് ചെയ്തോളൂ. 7025304440 ലാസ്റ്റ്. ഒന്നുകൂടി കാണിക്കാം. 7025601110 7025304440. ഈ ഏത് നമ്പറിൽ വേണമെങ്കിലും വിളിക്കാം. ഹലോ സാർ, ഞാൻ കാലടിന്നാണ്. ഞാനിപ്പോ 10th എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എനിക്ക് IAS എഴുതാൻ താല്പര്യമുണ്ട്. ഞാൻ സംസ്കൃതം 2ഉം ഓറിയന്റില് ഉള്ള ഒരു സ്കൂളിൽ ഞാൻ സംസ്കൃതം 2ഉം എടുത്ത് പഠിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ IAS എഴുതാൻ ഇനി മുമ്പോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? സിവിൽ സർവീസ് എഴുതാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ന്യൂസ് പേപ്പർ റീഡിംഗ് വേണം. എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ റീഡിംഗ് വേണം. എല്ലാ ദിവസവും ന്യൂസ് ചാനൽ വാച്ച് ചെയ്യണം. പിന്നെ NCERT ബുക്സ്, ഹൈസ്കൂൾ ലെവൽ NCERT ബുക്സ് നമ്മൾ ഒന്ന് വായിച്ച് എപ്പോഴും അത് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അതിനെ ബേസ് ചെയ്തിട്ടാണ്
ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവൽ NCERT ബുക്സിനെ ബേസ് ചെയ്തിട്ടാണ് IAS പരീക്ഷയുടെ സിലബസ്. അതുകൊണ്ട് അത് തറോലി പഠിച്ചാൽ മാത്രം മതി. താങ്ക് യു സർ. യെസ്. ഹലോ സാർ. അടുത്ത ചോദിച്ചോളൂ. ഈ ഡിഗ്രി കഴിഞ്ഞവർക്ക് എത്ര ഇയറാ കോഴ്സ്? ഡിഗ്രി കഴിഞ്ഞവർക്ക് 1 വർഷമാണ് കോഴ്സ്. അതായത് നമ്മൾ ഇപ്പോൾ തുടങ്ങുന്നു, അതായത് ഈ മാസം അല്ലെ അടുത്ത മാസം തുടങ്ങിയാൽ അടുത്ത ജൂണിലാണ് ആദ്യത്തെ പരീക്ഷ വരിക. ആ ജൂണിൽ പരീക്ഷ വരുന്നത് വരെയാണ് നമ്മുടെ കോഴ്സ് നീണ്ടു നിൽക്കുക. എങ്കിലും അതൊരു ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ ക്ലാസ്സുകൾ അവസാനിക്കും. അതിനുശേഷം ടെസ്റ്റ് സീരീസ്, അതായത് പരീക്ഷ എഴുതിയുള്ള പരിശീലനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. ഒരു 1 ഇയർ കോഴ്സ് എന്ന് കരുതുക, ജൂൺ മുതൽ ജൂൺ വരെ. കൃഷ്ണ ചോദിക്കുന്നത് ഫീസ് സ്ട്രക്ചർ ആണ് ഇപ്പൊ ചോദിച്ചത്. ഞാനതൊന്ന് പറഞ്ഞോട്ടെ. ഫീസ്, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഫീസ് 83,530 രൂപ, 83,530. അതാണ് ഫീസ്. ഓപ്ഷണൽ സബ്ജക്ട് അഡീഷണൽ ആയിട്ട് 20,000 രൂപ കൂടി വരും. 20,000 രൂപ എന്ന് പറഞ്ഞാൽ സാധാരണ ഓൾ ഇന്ത്യ തലത്തിലെ ഓപ്ഷണൽ സബ്ജക്ട് 40,000 മുതൽ 50,000 വരെയാണ്. നമ്മളുടെ ഇതൊരു കൊമേഴ്ഷ്യൽ സ്ഥാപനം അല്ലാത്തത് കൊണ്ടാണ് 20,000 രൂപയ്ക്ക് ഓപ്ഷണൽ സബ്ജക്ട് കൊടുക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ സംസ്കൃതം പഠിപ്പിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഒരു കുട്ടിക്ക് പോലും അതിനുള്ള അവസരം നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ തുകയായ 20,000 രൂപ നമ്മൾ ഓപ്ഷണലിന് വച്ചിരിക്കുന്നത്. ഞാൻ കല്യാണി മേനോൻ, ഞാൻ 9th KV പഠിക്കുന്നത്. അപ്പൊ ഈ ഡിഗ്രി സ്റ്റുഡൻസിനുള്ള ഓപ്ഷണൽ സബ്ജക്റ്റ് ഉണ്ട്, അപ്പൊ എനിക്കും കൂടി പഠിക്കാൻ പറ്റുമോ സംസ്കൃതം ഓപ്ഷണൽ? പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും പഠിക്കാൻ പറ്റില്ല. കാരണം ഇത് ചെറിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. 9ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് സംസ്കൃതം IAS സംസ്കൃതത്തിന്റെ ഓപ്ഷണൽ പഠിക്കാൻ എളുപ്പമല്ല. കാരണം ഇതൊരു 3-4 മാസം കൊണ്ട് ആണ് ഇത് തീരുക. വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള സ്റ്റഡി വേണം. അതുകൊണ്ട് ഒരു 3 മാസം കൊണ്ട് IASന്റെ സംസ്കൃത ഓപ്ഷണൽ മുഴുവൻ ഒരു 9ാം ക്ലാസ് കുട്ടിക്ക് പഠിച്ചെടുക്കുക എളുപ്പമല്ല. ഓക്കേ, താങ്ക് യു. ഒരു ചോദ്യം വന്നിരിക്കുന്നു ചാറ്റ് ബോക്സിൽ. മീഡിയം ഓഫ് ലാംഗ്വേജ് മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരുന്നു. സംസ്കൃതം ഓപ്ഷണലിന്റെ ലാംഗ്വേജ്, മീഡിയം ഓഫ് ലാംഗ്വേജ് സംസ്കൃതം തന്നെ ആയിരിക്കും. പിന്നെ ഈ ക്ലാസ്സുകൾ മുഴുവൻ ഓൺലൈൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ വന്നു, അതായത് ഇപ്പോൾ കോവിഡിന്റെ 2nd വേവ് ആണ്, അടുത്ത വർഷം 3rd വേവ് ആണ്. ഏതായാലും അടുത്ത ഒരു 1.5 വർഷം കൂടി ലോകത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലും, ലോകത്തെ ഒരു കോളേജിലും, ലോകത്തെ ഒരു സ്കൂളിലും ഡയറക്റ്റ് ക്ലാസ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഓൺലൈനായി. അടുത്ത ചോദ്യം. സാർ നമസ്കാരം. നമസ്കാരം സാർ, എൻ്റെ പേര് കണ്ണൻ എന്നാണ്. ഞാൻ ചോദിക്കുന്നത് എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, എന്നാലും സാർ ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ നല്ലതായിരിക്കും. നമ്മൾ സാധാരണ ഇപ്പോൾ ജനറൽ കാറ്റഗറിക്ക് സാർ 6 ചാൻസസ് എന്ന് പറഞ്ഞു, ശരിയല്ലേ? അപ്പൊ 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള 6 ചാൻസസ് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് കിട്ടും. പക്ഷെ ഞാൻ അടുത്തറിഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാര് അല്ലെങ്കിൽ കുറച്ച് സ്റ്റുഡൻസ്, അവര് 3 പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം അവർക്ക് ഇനി ചാൻസ് ഇല്ല. അതായത് ഈ 6 ചാൻസ് ഉള്ളിടത്ത് പല ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികളും 3 പ്രാവശ്യം ചാൻസ് ചെയ്തതിന് ശേഷം കിട്ടാതെ അവര് ഒന്നുകിൽ അത് അവര് 3 പ്രാവശ്യം ചെയ്തിട്ട് കിട്ടാത്തത് കൊണ്ട് പോകുന്നതാണോ, ഈ 6 ചാൻസ് ഉപയോഗിക്കാത്തതാണോ, അതോ ഈ ജനറൽ കാറ്റഗറിക്ക് 3 ചാൻസേ ഉള്ളൂ? ഇതിന്റെ ക്ലാരിഫിക്കേഷൻ എന്റെ അറിവിലേക്ക് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് സാർ. നല്ല ചോദ്യം, മറ്റുള്ളവർക്ക് വളരെ പ്രയോജനപ്പെടുന്നു. ശരിയാ. അതായത് ജനറൽ കാറ്റഗറിയിൽ 6 ചാൻസ് ആണുള്ളത്. അതില് 6 ചാൻസും
എടുക്കുന്നവർ വളരെ ചുരുക്കം. കാരണം മലയാളിയെ സംബന്ധിച്ച് മലയാളി ഭയങ്കര ഹറിബറിയാണ്. മലയാളിയുടെ ജീവിതം തന്നെ റിമോട്ട് കൺട്രോൾ ലൈഫാണ്. ഞാനൊരു എഡ്യൂക്കേഷണൽ കൗൺസിലർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് പറയും എന്ന് നോക്കിയിട്ട് ജീവിക്കുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് നമ്മൾ 1-2 തവണ തോറ്റു കഴിയുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും നിർത്താറായില്ലേ, രക്ഷപ്പെടുകയല്ല കേട്ടോ, നിങ്ങൾ ശരിയാകുകയല്ല, നിങ്ങൾക്ക് പറ്റിയതല്ല എന്നൊക്കെ പറയുമ്പോൾ മനസ്സ് തകർന്നു പോകും. പക്ഷെ ബീഹാറിൽ അങ്ങനെയില്ല. 6 ചാൻസ് ഉണ്ടായാലും 6ാമത്തെ ചാൻസ് എഴുതിച്ചിട്ട് വീട്ടുകാർ നിർത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആണ് അത്. നമുക്ക് അതിനു വേണ്ടി എഡ്യൂക്കേഷനിസ്റ്റുകളുണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്. വളരെ ശാസ്ത്രീയമായിട്ട് നമ്മൾ ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യും. കുട്ടികളുടെ കുടുംബത്തെ പോലും സപ്പോർട്ട് ചെയ്യും. കാരണം സമൂഹം പട്ടത്തിന്റെ ചരട് പോലെ ശക്തമായി താഴോട്ട് പിടിച്ചു വലിക്കും. IAS പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് കുടുംബവും കുടുംബാംഗങ്ങളും, സോറി ഞാനിങ്ങനെ പറയുന്നതിന് സത്യം പറയാൻ വേണ്ടിയാണ്, കുടുംബവും കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും ശത്രുക്കളായി മാറും. എന്നിട്ട് അവര് എപ്പോഴും നമ്മളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ കുട്ടികൾ ഓർക്കേണ്ടത് ഈ നിരുത്സാഹപ്പെടുത്തലാണ് ഇന്ധനം. ഈ ചരട് താഴോട്ട് വലിക്കുന്നത് കൊണ്ടാണ് പട്ട ഉയരത്തിലേക്ക് പോകുന്നത്. അത് ഞങ്ങള് കൂടെ ഉണ്ടാവും, സംശയിക്കേണ്ട. 6 ചാൻസ് ആണ്, ഒരു സംശയവും വേണ്ട. 6 ചാൻസ് ആണ് ജനറൽ കാറ്റഗറിക്കുള്ളത്. താങ്ക് യു സർ. അതുപോലെ തന്നെ ഞാൻ 45 വയസ്സായ ആളാണ്. എനിക്ക് ഇനി ഒരു ചാൻസ് ഇല്ല എന്നറിയാം. എൻ്റെ മകന് വേണ്ടിയോ അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. വളരെ നന്ദി. ഈ ഒരു ചോദ്യം വളരെ നന്ദി. നല്ല ചോദ്യം. താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. സർ, സാൻസ്ക്രിറ്റിന്റെ സിലബസ് എന്താന്ന് പറയൂ? അത് വിശദമായിട്ട് പറയാം. ഇപ്പൊ പറഞ്ഞ 1.5 മണിക്കൂർ. അതുകൊണ്ട് അത് ചോദിച്ചോളൂ. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണോ ചോദിച്ചത്? അല്ല സർ, ഞാൻ 10th റിസൾട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ജസ്റ്റ് അതിനെ ഒന്ന്. ശരി, ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ചോദിച്ചോളൂ. 1.5 മണിക്കൂർ സമയം എടുക്കും. അതിനേക്കാൾ എളുപ്പമുണ്ട്. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ ഫോണില്? ആ സർ, ഉണ്ട്. അപ്പൊ അതില് സിലബസ് UPSC സാൻസ്ക്രിറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അത് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. സർ, ചാറ്റ് ബോക്സിൽ 1-2 ചോദ്യം കിടക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് പറയാമോ? For selecting Sanskrit as an optional subject, is it necessary to have previous basic knowledge of Sanskrit? നമുക്ക് സംസ്കൃതത്തിന്റെ ഒരു ചെറിയ പരിചയം ഉണ്ടാവും. അതായത് അത്യാവശ്യം ഏതെങ്കിലുമൊക്കെ ക്ലാസ്സിൽ സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഗ്രാമർ അത്രയൊക്കെ അറിയാമായിരിക്കാം. സംസ്കൃതം ഒട്ടുമേ പഠിച്ചിട്ടില്ല, സംസ്കൃതവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവര് സംസ്കൃതം ഓപ്ഷണൽ എടുക്കാതിരിക്കുകയാണ് നല്ലത്. സർ, ഒരു ചോദ്യം കൂടെ ഉണ്ട്. Whether the training teaching for optional subject or even for prelims and main subjects? അതായത് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് IAS മുഴുവനുള്ള കോച്ചിങ്. IASന്റെ എല്ലാ സബ്ജക്റ്റുകളും, പ്രിലിമിനറി, മെയിൻസ്, ഇന്റർവ്യൂ, ഈ 3 ഘട്ടങ്ങളിലുള്ള മുഴുവൻ പരിശീലനം, അതിനുള്ള ഫീസാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മുടെ കോഴ്സ്. അതിൽ സംസ്കൃതവും ഉണ്ട്, ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് സംസ്കൃതവും ഉണ്ട്. അതാണ് പ്രത്യേകത. മറ്റൊരു ചോദ്യം, ഹൗ ട്രെയിൻഡ് ആർ ദ ടീച്ചേഴ്സ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്? അതായത് സംസ്കൃത ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ടീച്ചേഴ്സിന് ഞങ്ങൾ പ്രത്യേക പരിശീലനം കൊടുക്കുന്നു. കാരണം സംസ്കൃത MAക്ക് പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലെങ്കിൽ സംസ്കൃതം PhD ചെയ്യുന്നവരുടെ ഗൈഡ് അല്ലെങ്കിൽ സംസ്കൃത കോളേജിന്റെ പ്രിൻസിപ്പാളായിട്ട് റിട്ടയർ ചെയ്ത ആള് അതുകൊണ്ട് ഒരിക്കലും IASന്റെ സംസ്കൃതം പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം IASന് പഠിപ്പിക്കേണ്ട സംസ്കൃതം വളരെ വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ്. പക്ഷേ 50 മണിക്കൂർ പഠിപ്പിച്ച് തീർക്കേണ്ടതാണ്. അതായത് സംസ്കൃത ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള അനന്തവിശാലമായ സിലബസ് 50 മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചു തീർക്കണം. അങ്ങനെ തീർക്കണമെങ്കിൽ അത് ഏതൊക്കെ പഠിപ്പിക്കരുത് എന്ന് ആദ്യം സെലക്ട് ചെയ്യും. സംസ്കൃതത്തില് ഏതൊക്കെ ഭാഗം പഠിപ്പിക്കരുത്
അങ്ങനെ മാറ്റി 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 പഠിപ്പിക്കേണ്ടത് മാത്രം സെലക്ട് ചെയ്ത് ആ സെലക്ട് ചെയ്ത സിലബസിനകത്ത് ഇത് മണിക്കൂർ തോറും ഏതൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കണം എന്നുള്ളത് പ്രത്യേകം ഓരോ മണിക്കൂർ അനുസരിച്ച് നമ്മൾ അതിന്റെ നോട്ട് തയ്യാറാക്കും. എന്നിട്ട് ആ നോട്ടിന്റെ അടിസ്ഥാനത്തിൽ 50 മണിക്കൂർ ക്ലാസ് എടുക്കുന്നത് എങ്ങനെ എന്നുള്ള പരിശീലനം ഞങ്ങൾ കൊടുക്കുന്നു. ആ പരിശീലനം പാസ്സാവുന്നവരാണ് നമ്മുടെ സംസ്കൃതം ടീച്ചേഴ്സ്. അങ്ങനെയുള്ളവരുണ്ട്. സാർ, ഒരു ചോദ്യമുള്ളത്, ഡിഫൻസിലുള്ളവർക്ക് സിവിൽ സർവീസ് എക്സാം എഴുതാൻ പറ്റും? ഡിഫൻസിലുള്ളവർക്ക് സിവിൽ സർവീസ് എക്സാം എഴുതാം. അത് അവരുടെ സർവീസ് കഴിഞ്ഞിട്ട് അവർക്ക് ഈ പറഞ്ഞ 32, 35 എന്നുള്ള വയസ്സളവിനോട് ചേർന്ന് ഒരു 2 വർഷവും കൂടെ കൂടുതൽ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. 32, 35, 37 എന്നുള്ളത് സിവിൽ സർവീസുകാർക്ക്, അല്ല ഡിഫൻസ് സർവീസുകാർക്ക് ചെറിയ ഇളവ് ഉണ്ട്. നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിളിൽ നോക്കിയാൽ അത് ഡീറ്റെയിൽസ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ. സാർ, മറ്റൊരു ചോദ്യം. സാർ, ഈ ഓരോ സംസ്ഥാനങ്ങൾക്ക് ഇത്ര സർവീസ് കോട്ട അല്ലെങ്കിൽ ഇത്ര ആൾക്കാരെ സിവിൽ സർവീസിൽ എടുക്കണം എന്നുള്ള വല്ല നിയമമുണ്ടോ? പല കേരളത്തിലുള്ള കുട്ടികളും ഡൽഹി കേഡറിൽ അല്ലെങ്കിൽ മറ്റ് കേഡറുകളിൽ പോയി സിവിൽ സർവീസ് പാസ് ഔട്ട് ചെയ്യുന്നതായിട്ടുള്ള അറിവുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും. അത് ഒരു തെറ്റിദ്ധാരണയാണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ഓരോ വർഷവും എത്ര ഒഴിവുകളാണ്, റിട്ടയർമെന്റ് വേക്കൻസികളാണ് വരുന്നത്. ആ വേക്കൻസി മാത്രമാണ് ഫില്ല് ചെയ്യുക. എങ്കിൽ തന്നെ ഒരു 1000-ഓളം, ചിലപ്പോൾ 1000-ന് മുകളിൽ ഒക്കെ കുട്ടികളെ എടുക്കേണ്ടി വരും എല്ലാ വർഷവും. അപ്പൊ ശരാശരി 1000-ന് ചുറ്റുമുള്ള അറൌണ്ട് 1000 ആണ് വേക്കൻസി. അതുകൊണ്ട് ആ വേക്കൻസി വരുന്നത് ഓരോ സംസ്ഥാന കേഡറിന്റെ അടിയിലാണ് വരിക. കേരളത്തിൽ 6 പേരുടെ ഒഴിവുണ്ടെങ്കിൽ UP-യിൽ 16 പേരുടെ ഒഴിവ്, അല്ല ബീഹാറിൽ 8 പേരുടെ ഒഴിവ്. ഇത് നേരത്തെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ എക്സാമിന് വേണ്ടി മെയിൻസ് എക്സാം കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. നമ്മൾ ഏത് സ്റ്റേറ്റിലാണ്, എവിടെയാണ് സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എനിക്ക് ഹരിയാന മതി, അല്ലെ എനിക്ക് അസാം മതി, എനിക്ക് കേരളം മതി എന്ന് പറയാം. അപ്പൊ ആ ഒഴിവുകൾ മെൻഷൻ ചെയ്യും. അത് അനുസരിച്ചാണ് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കാൻ. പക്ഷെ പലരും ഇത് തെറ്റിദ്ധരിക്കുന്നത് കേരളത്തിലേക്ക് 8 ഒഴിവേ ഉള്ളൂ IAS-ന് എന്നാണ്. അങ്ങനെയല്ല. കേരളത്തിൽ ഈ വർഷം 8 ഒഴിവാണുള്ളതെങ്കിൽ ആ 8 പേരെ മാത്രമേ കേരള കേഡറിൽ എടുക്കുള്ളൂ. അതേ കേരളത്തിൽ അടുത്ത വർഷം 75 ഒഴിവായിരിക്കും. അപ്പൊ അടുത്ത വർഷം 75 പേരെ എടുക്കും. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. നന്ദി സാർ, നന്ദി. അല്ല, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചത്, ഈ കുറച്ച് ആൾക്കാർ മറ്റ് ഇപ്പൊ ഡൽഹിയിൽ പോയി എഴുതുന്നവരുണ്ടാവും. അപ്പൊ അതാണ് ഞാൻ ചിലപ്പോൾ ഡൽഹിയിൽ ചെന്ന് പഠിച്ച് അവിടുത്തെ എഴുതുന്നതായിട്ട്, അതായത് അവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്നത് പോലെ അവിടുത്തെ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അത് പറയാം. അതായത് കേരളത്തില് IAS-ന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ധാരാളം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തില് തീരെ കുറവാണ്. അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഡൽഹിയിലുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് പൊതുവെ സിവിൽ സർവീസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഡൽഹിക്ക് പോകും. കാരണം കേരളത്തില് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒറ്റ സബ്ജക്റ്റേ പഠിപ്പിക്കുന്നു. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ പേര് കേട്ടതാവും. ഓരോ സബ്ജക്റ്റ് മാത്രമേ പഠിപ്പിക്കുന്നു. ഇപ്പൊ എന്റെ സ്ഥലം പാലായിൽ ഒരു 30 വർഷമായിട്ട് സെന്റ് തോമസ് IAS ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. വളരെ പേര് കേട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ധാരാളം പേര് അവിടുന്ന് ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഒറ്റ സബ്ജക്റ്റേ അവിടെ ഉള്ളൂ, മലയാളം മാത്രം. ബാക്കി പഠിക്കണമെങ്കിൽ വേറെ പോകണം. പക്ഷേ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വിൻവേൽ ഫൗണ്ടേഷൻ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓപ്ഷണലായിട്ട് 5 സബ്ജക്റ്റ് വേറെ. ദീപക് ജി, ചാറ്റ് ബോക്സിൽ കുറച്ച് ചോദ്യങ്ങൾ. സർ, ഏറ്റവും കൂടുതൽ പേര് തിരഞ്ഞെടുക്കുന്ന ഓപ്ഷണൽ ലാംഗ്വേജ് ഏതാണെന്നാണ് ഒരു ചോദ്യം. പിന്നെ ഒന്ന് IPS-ന് പറഞ്ഞു തരുമെന്നാണ്. ഏറ്റവും കൂടുതൽ പേര് തിരഞ്ഞെടുക്കുന്ന ഓപ്ഷണൽ ലാംഗ്വേജ് ഓരോ വർഷവും മാറിക്കൊണ്ടേയിരിക്കും. അത് പലരും അവരുടെ മാതൃഭാഷ ഓപ്ഷണൽ ആയിട്ട് എടുക്കും. പക്ഷെ ചിലര്
വേറെ ഏതെങ്കിലും ഒരു ഭാഷ അവർക്ക് അറിയാവുന്നത്. ഇപ്പോ മലയാളി ആണെങ്കിലും ഹിന്ദി എടുക്കുന്നവരുണ്ട്, ഇംഗ്ലീഷ് എടുക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷണൽ ലാംഗ്വേജ് ഓരോ വർഷവും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇല്ല. പിന്നെ IPS കുറിച്ച് പറയാവുന്നതാണ്. IPS അതായത് സിവിൽ സർവീസ് എന്ന് പറയുന്നത് 24 സർവീസാണ്. അതില് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്ക് IAS എടുക്കാം, അല്ലെങ്കിൽ IFS ഇന്ത്യൻ ഫോറിൻ സർവീസ് എടുക്കാം, അല്ലെങ്കിൽ IPS ഇന്ത്യൻ പോലീസ് സർവീസ് എടുക്കാം. എന്നാൽ അതിൽ കുറച്ച് മാർക്ക് കിട്ടുന്നവർക്ക് IAS IPS IFS എടുക്കാൻ പറ്റില്ല. അവർക്ക് ഇന്ത്യൻ റവന്യൂ സർവീസ്, റെയിൽവേ സർവീസ്, പോസ്റ്റൽ സർവീസ് എന്നിങ്ങനെ ബാക്കി വരുന്ന 20-ൽ പരം സർവീസുകളുണ്ട്. ഇതെല്ലാം UPSC തന്നെയാണ്. അപ്പോൾ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റവും ഉയർന്ന മാർക്കുള്ളവർക്കാണ് IAS കിട്ടുക. അതിൽ താഴെ മാർക്കുണ്ടെങ്കിൽ IFS ഇന്ത്യൻ ഫോറിൻ സർവീസ്, അതിൽ താഴെ മാർക്കുണ്ടെങ്കിൽ IPS ഇന്ത്യൻ പോലീസ് സർവീസ്. അങ്ങനെയാണ്. അപ്പോൾ മാർക്കാണ് അതിലെ മാനദണ്ഡം. അപ്പൊ ഒരാൾക്ക് IAS വേണ്ട എന്നുണ്ട്, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി, അപ്പൊ അയാൾക്ക് IAS വേണ്ടെങ്കിൽ അയാൾ IASന്റെ ചാൻസ് ഉപേക്ഷിച്ചിട്ട് IPS എടുക്കാം. ഇനി അതും വേണ്ട, IFSും വേണ്ട, IPSും വേണ്ട, IASും വേണ്ട, അയാൾക്ക് ഇഷ്ടം ടാക്സ് ആണെന്നിരിക്കട്ടെ, അയാൾക്ക് റവന്യൂ സർവീസ് എടുക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട് സർവീസ് എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യാം. പക്ഷെ ഏറ്റവും മാർക്ക് കൂടിയ ആൾക്ക് ഇഷ്ടമുള്ള സർവീസ് എടുക്കാം, മാർക്ക് കുറഞ്ഞ ആൾക്ക് ആ മാർക്കിന് ആനുപാതികമായിട്ടുള്ള സർവീസ് മാത്രമേ എടുക്കാൻ കഴിയൂ. താങ്ക് യു സർ. അടുത്ത ഒരു ചോദ്യം, സിവിൽ സർവീസിൽ ലാംഗ്വേജിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? സിവിൽ സർവീസിലെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്ന പേപ്പർ, ഒപ്പം തന്നെ പരീക്ഷ എഴുതാൻ ഉപയോഗിക്കുന്ന മീഡിയം. നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം ഇംഗ്ലീഷ് ആണെങ്കിൽ ആ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് ഏറ്റവും സുഗമമായി കാര്യങ്ങൾ എഴുതി അറിയിക്കാനുള്ള പ്രാഗൽഭ്യം ഉണ്ടായിരിക്കും. അതുപോലെ ഹിന്ദി ആണെങ്കിൽ അങ്ങനെ. ഏത് ലാംഗ്വേജിലാണോ നമ്മൾ എഴുതുന്നത് ആ ലാംഗ്വേജിൽ നമുക്ക് ഒരുവിധം ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ സഫിഷ്യന്റ് വൊക്കാബുലറി സപ്പോർട്ടോട് കൂടി ഒരു സ്ട്രക്ചർ അനുസരിച്ച് കാര്യങ്ങൾ എഴുതി വെക്കാനുള്ള കഴിവ്, അത്രയും മതി. വലിയ ഭാഷാ പാണ്ഡിത്യത്തിന്റെ ആവശ്യം, അതായത് ഒരു MA ലിറ്ററേച്ചർ ഒക്കെ എടുക്കുന്ന ഭാഷാ പാണ്ഡിത്യമോ BA ലിറ്ററേച്ചർ എടുക്കുന്ന ഭാഷാ പാണ്ഡിത്യമോ ആവശ്യമേ ഇല്ല. ഒരു ഹയർ സെക്കൻഡറി ലെവൽ ഭാഷ മതി, ധാരാളം മതി. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ ഒരു ചോദ്യം കൂടെ അതിൽ കാണുന്നുണ്ട്. സർ, ഐ എം എ +1 സ്റ്റുഡന്റ് സ്റ്റഡിങ് സാൻസ്ക്രിറ്റ് ശാസ്ത്രം ആൻഡ് സാൻസ്ക്രിറ്റ് സാഹിത്യം. ക്യാൻ ദിസ് ബി ഹെൽപ്ഫുൾ ഇൻ സിവിൽ സർവീസ്? സംസ്കൃതത്തില് ശാസ്ത്രമോ വ്യാകരണമോ സാഹിത്യമോ എന്നുള്ള സബ്ജക്റ്റ് വ്യത്യാസമില്ല. കാരണം സിവിൽ സർവീസിന്റെ സംസ്കൃതത്തില് സ്പെഷ്യലൈസേഷൻ ഇല്ല. അതുകൊണ്ട് ഏതാണ്ട് ഒരു ഹയർ സെക്കൻഡറി ലെവൽ സംസ്കൃതം മതി, അതല്ലാതെ സ്പെഷ്യലൈസേഷന്റെ ആവശ്യമേ ഇല്ല. മാർക്ക് അടിസ്ഥാനത്തിലാണോ കേഡർ തിരഞ്ഞെടുക്കുന്നത്? മാർക്ക് അടിസ്ഥാനത്തിലാണോ തിരഞ്ഞെടുക്കുന്നത്? കേഡർ തിരഞ്ഞെടുക്കുന്നത് അല്ലേ? അതല്ലേ ചോദ്യം? അല്ല, മാർക്ക് അടിസ്ഥാനത്തിലല്ല. മാർക്ക് അടിസ്ഥാനത്തിലല്ല, ഒഴിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോ ഹരിയാന കേഡറിൽ 40 ഒഴിവുണ്ട്, കേരള കേഡറിൽ 4 ഒഴിവേ ഉള്ളൂ. അപ്പൊ നമുക്ക് കേരള കേഡറിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് IAS ഒക്കെ ഉണ്ടെങ്കിലായിരിക്കും എളുപ്പം. ഒരുപക്ഷെ കേരളത്തില് ഒരു തവണ IAS-കാരെ വേണ്ട, 4 IPS-ന്റെ ഒഴിവേ ഉള്ളെങ്കിൽ ആ IPS എടുക്കാനേ ഇവിടെ വരാൻ പറ്റുള്ളൂ. IAS-കാർക്ക് ഒഴിവില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഹരിയാനയിൽ പോകേണ്ടി വരും, അവിടെ ആയിരിക്കും കൂടുതൽ. അപ്പൊ കേഡർ ഓരോ സംസ്ഥാനം തിരഞ്ഞെടുക്കുന്നത് മാർക്ക് അടിസ്ഥാനത്തിലല്ല, ഒഴിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ചാറ്റ് ബോക്സ് കാണുന്നത്. ഓക്കെ. ഇനി കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ട് എങ്കിൽ നേരത്തെ തന്നിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ വിളിച്ചോളൂ. അപ്പോൾ കൃത്യമായിട്ടുള്ള ആൻസർ ചെയ്യാം. ഏതായാലും ഒരു ചോദ്യം, സർ, വാട്ട് അബൌട്ട് IFS? IFS 2 എണ്ണമുണ്ട്, ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും. അപ്പോ ഫോറിൻ സർവീസ് ആണ് പ്രധാനമായിട്ടും IFS-നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഫോറിൻ സർവീസ് പാസ്സാകുന്നവര് വിദേശ രാജ്യങ്ങളിൽ
ഇന്ത്യയുടെ എംബസികളിലും കോൺസുലേറ്റുകളിലുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമാണ്, പ്രവർത്തനമാണ് അവരുടെ ജോലിയുടെ മേഖല. അതാണ് ഏറ്റവും പ്രധാനം. ഒന്നും കൂടെ വന്നിട്ടുണ്ട്, ബിഗിനേഴ്സ് NCERT ഏത്? ഓക്കെ, NCERT എന്ന് പറയുന്നത് ഹൈസ്കൂൾ ലെവൽ NCERT ബുക്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത്ര ചോദ്യങ്ങൾ സാർ എന്നാലും കൺക്ലൂഡ് ചെയ്തോളൂ സാർ അവസാനം. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളൊക്കെ നല്ല ചോദ്യങ്ങളായിരുന്നു. ചോദ്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത കുട്ടികൾ മഹാഭൂരിപക്ഷം പേരും സ്കൂൾ കുട്ടികളായിരുന്നു. പക്ഷെ നമ്മുടെ പ്രോഗ്രാം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല എന്ന് പ്രത്യേകം ഓർക്കുക. ഡിഗ്രി പാസ്സായ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണിത്. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണിത്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തവർ ദയവ് ചെയ്തൊരു സഹായം ചെയ്യണം. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ബന്ധു വീടുകളിലോ സുഹൃത്തുക്കളിലോ അയൽക്കാരിലോ നിങ്ങൾ അറിയുന്നവരിലോ ഡിഗ്രി പാസ്സായവരും ഡിഗ്രി പഠിക്കുന്നവരുമുണ്ടെങ്കിൽ അവർക്ക് ഈ ഫോൺ നമ്പർ കൊടുക്കണം. അവരുമായി ഈ വിഷയം കൈകാര്യം ചെയ്യും. അപ്പോ BCom കഴിഞ്ഞ് UPSC എഴുതാമോ? തീർച്ചയായിട്ടും എഴുതാം. BCom ഒരു അംഗീകൃത ഡിഗ്രിയാണ്, തീർച്ചയായിട്ടും എഴുതാം, നോ പ്രോബ്ലം. അപ്പോ സ്കൂൾ കുട്ടികളാണ് ഈ പ്രോഗ്രാമിൽ കൂടുതൽ പങ്കെടുത്തതായിട്ട് കാണുന്നത്. നമ്മുടെ പ്രോഗ്രാം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല. നമ്മുടെ പ്രോഗ്രാം ഡിഗ്രി പാസ്സായവർക്കും ഡിഗ്രി പഠിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ അറിവിൽപ്പെട്ട ഡിഗ്രി പാസ്സായ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളിലേക്ക് ഈ അറിവ് കൈമാറണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ടീച്ചേഴ്സ്, മുതിർന്നവര്, വിശ്വസംസ്കൃത പ്രതിഷ്ഠാന്റെ ഭാരവാഹികള്, അങ്ങനെയുള്ളവരും ഈ പ്രോഗ്രാം ഡിഗ്രി കഴിഞ്ഞ കുട്ടികളിലേക്കും ഡിഗ്രി പഠിക്കുന്ന കുട്ടികളിലേക്കും എത്തിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടൂ. ഇപ്പൊ 8ാം ക്ലാസ് കുട്ടിയും 10ാം ക്ലാസ് കുട്ടിയും ഈ പ്രോഗ്രാം കേട്ടാൽ അവര് ഈ രംഗത്ത് വരണമെങ്കിൽ 4-5 കൊല്ലം കഴിയും. അപ്പോഴിത് മറന്നു പോകാം. എങ്കിലും അവർക്കൊരു പ്രചോദനമാവട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് ടീച്ചേഴ്സ് ട്രെയിനിങ്? ഇഫ് സോ, വാട്ട് ഈസ് ദ ബേസിക് ക്വാളിഫിക്കേഷൻ? ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് ഉണ്ട്. ബേസിക് ക്വാളിഫിക്കേഷൻ ഒന്നും അല്ല പ്രശ്നം, പഠിക്കാൻ പിള്ളേർ വേണ്ടേ? ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ടീച്ചേഴ്സ് ഇവിടെ നിൽക്കുക പഠിപ്പിക്കാൻ. അവർക്ക് മുഴുവൻ പണി കൊടുക്കാൻ ആകെ 2 കുട്ടികളാവുക സംസ്കൃതത്തിൽ, ഓൾ ഇന്ത്യ 2 കുട്ടികൾ. അപ്പോ ടീച്ചേഴ്സിന് ഇഷ്ടം പോലെ ജോലി തരാം, ആദ്യമായിട്ട് കുട്ടികളെ തരൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികളില്ല പഠിക്കാൻ, പിന്നെ ടീച്ചേഴ്സ് വന്നിട്ട് എന്താ കാര്യം? കഴിഞ്ഞ വർഷം 6 ടീച്ചേഴ്സ് വന്നു, ക്വാളിഫൈഡ് ആയി. പക്ഷെ 2 കുട്ടികളെ ഉള്ളൂ പഠിക്കാൻ. അപ്പൊ 6 ടീച്ചേഴ്സിന് കൊടുക്കാൻ ജോലിയില്ല. അപ്പൊ നമ്മള് 2 ടീച്ചേഴ്സിന് ജോലി കൊടുത്തു. അതുകൊണ്ട് മിനിമം നമ്മുടെ ഇന്നത്തെ ഈ ശ്രമം കൊണ്ട് ഒരു ബാച്ചിനുള്ള കുട്ടികൾ, ഒരു 30 കുട്ടികൾ നിങ്ങൾ കളക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 4-5 ടീച്ചേഴ്സിന് ഉള്ള ജോലിയായി. അപ്പോൾ ഒരു 30 കുട്ടികളെയെങ്കിലും നമ്മൾ ഈ മാസം ഈ പ്രോഗ്രാമിൽ ചേർക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാവണം. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ടീച്ചേഴ്സ് അത് പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ പേരൻസും ടീച്ചേഴ്സും കൂടെ ചേർന്നാൽ തീർച്ചയായിട്ടും നമുക്കൊരു ബാച്ച് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ആശയം എല്ലാവരിലേക്കും പങ്കുവയ്ക്കുമ്പോൾ ദയവായി സ്കൂൾ കുട്ടികളിലേക്ക് ഫോക്കസ് ചെയ്യരുത് എന്ന് അപേക്ഷിക്കുകയാണ്. സ്കൂൾ കുട്ടികൾക്ക് പ്രോഗ്രാം ഇല്ല, സ്കൂൾ കുട്ടികൾക്കുള്ള പ്രോഗ്രാം അല്ല ഇത് ഡിഗ്രി പാസ്സായ കുട്ടികൾക്ക് വേണ്ടിയാണ്. ഡിഗ്രി പാസ്സായാൽ മാത്രമേ നമുക്ക് IAS എഴുതാൻ പറ്റുള്ളൂ. ഇനി ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും ഓക്കെ. അപ്പോൾ അവര് 1-2 വർഷം കൊണ്ട് ഡിഗ്രി പാസ്സാകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നമുക്ക് ക്ലാസ് കൊടുക്കാം. അതുകൊണ്ട് ഇന്ന് പങ്കെടുത്ത എല്ലാവരോടും, എല്ലാ സംഘാടകരോടും, എല്ലാ ടീച്ചേഴ്സിനോടും, പങ്കെടുത്ത കുട്ടികളുടെ പേരൻസിനോടും എനിക്കുള്ള വലിയ അഭ്യർത്ഥന, ഡിഗ്രി പാസ്സായ കുട്ടികളിലേക്കും ഡിഗ്രി പഠിക്കുന്ന കുട്ടികളിലേക്കും ഈ മെസ്സേജ് ഒന്ന് എത്തിക്കുക. ഈ മാസം തന്നെ അവര് നമുക്ക് സിവിൽ സർവീസിലേക്ക് ക്ഷണിക്കാം. ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു ബാലികേറാമലയല്ല. ഈ സിവിൽ സർവീസ് ഡിഗ്രി പാസ്സായ, ജസ്റ്റ് പാസ്സായ ഏതൊരു കുട്ടിക്കും കടന്നെത്തി വിജയിക്കാൻ കഴിയുന്ന മേഖലയാണ്. അതിനാവശ്യമായ എല്ലാ പരിശീലനവും, എല്ലാ സബ്ജക്റ്റും നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ ടീം വർക്കും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഡിഗ്രി പാസ്സായവരിലേക്കും ഡിഗ്രി പഠിക്കുന്നവരിലേക്കും ഈ പ്രോഗ്രാം ഒന്ന് എത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം, 2 മണിക്കൂർ സമയം വളരെ ഭംഗിയായിട്ട് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത എല്ലാ സംഘാടകരെയും
അതിന്റെ പിറകിൽ പ്രവർത്തിച്ച ബാക്കി എല്ലാ സജ്ജനങ്ങളെയും ഇന്നത്തെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ അടക്കമുള്ള മുഴുവൻ നല്ല ലീഡേഴ്സിനെയും ഒരിക്കൽ കൂടി പ്രണമിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ. നമസ്കാരം. ധന്യവാദः ജയസൂര്യൻ മഹോദയः. വളരെ വിശദമായിട്ട് സംസ്കൃതം ഓപ്ഷണൽ അതിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഇവിടെ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചു. വളരെ നന്ദി. അടുത്ത നമ്മുടെ ഈ പരിപാടിയിൽ കൃതജ്ഞതയാണ്. കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് നമ്മുടെ വിദ്വത് പരിഷത്തിന്റെ സംസ്ഥാന സഹസംയോജികയായിട്ടുള്ള ഡോക്ടർ ജ്യോത്സ്ന ടീച്ചറാണ്. ടീച്ചർ ഇപ്പോ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജില് വ്യാകരണ വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ടീച്ചറെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വളരെ വിനീതമായ നമസ്കാരം. ഇപ്പൊ ജയസൂര്യൻ സാറ് ഒരുപാട് നേരം സംസ്കൃതവും IAS എന്ന വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിച്ചു. സാറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആകെ 2 പേരാണ് സംസ്കൃതം ഓപ്ഷണൽ എടുത്ത് പഠിക്കാൻ സാറിന്റെ അക്കാഡമിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഓൾ ഇന്ത്യയിൽ. അത് തന്നെ ഈ രംഗത്ത്, അതായത് സംസ്കൃത മേഖലയിൽ എത്ര പേര് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നു, അഥവാ സാധാരണ വിദ്യാർത്ഥികളിൽ തന്നെ IAS എന്ന് പറയുന്നത് ബാലികേറ മലയാണ് എന്നുള്ളൊരു തോന്നലാണ്. അപ്പൊ പിന്നെ സംസ്കൃത വിദ്യാർത്ഥികളുടെ കഥ പറയേണ്ടതില്ല. നേരത്തെ ദീപക് സൂചിപ്പിച്ചതുപോലെ ഒരു +2 അധ്യാപകനോ അല്ലെങ്കിൽ ഒരു കോളേജ് അധ്യാപകനോ ആയിട്ട് നിൽക്കാനുള്ള ഒരു ആസ്പിരേഷനെ നമുക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പരിശ്രമം കൂടുതൽ ആളുകളെ ഈ ഒരു മേഖലയിലേക്ക് ആകർഷിക്കാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സമ്മേളനത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. അതിൽ ആദ്യമായിട്ട് ഞാൻ വിൻവേൾഡ് അക്കാഡമിയുടെ ചെയർമാനായിട്ട് ജോലി ചെയ്യുന്ന ഈ ഒരു വിഷയത്തിൽ എവിടെ സംസാരിക്കാൻ വിളിച്ചാലും സാറ് പെട്ടെന്ന് തന്നെ വളരെ ഭംഗിയായിട്ട് സാർ അത് കൈകാര്യം ചെയ്യാറുണ്ട്, മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും സാർ മറുപടി പറയാറുണ്ട്. അത് മാത്രമല്ല, ഈ മേഖലയിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് നേരത്തും സാറിനെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അതിനുള്ള ഫോൺ നമ്പറും ഒക്കെ സാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ അദ്ദേഹം റബ്ബർ ബോർഡ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഫോമർ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. പിന്നെ കൗൺസിലറാണ്. അങ്ങനെ ഒരുപാട് ഈ മേഖലയിൽ ഒത്തിരി പ്രയത്നം ചെയ്തിട്ടുള്ള, ഒത്തിരി ഭാവിയുടെ ഒരു വാഗ്ദാനമായിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും സംസ്കൃത ഭാരതിയുടെ വിദ്വത് പരിഷത്ത് തന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ഇതിൽ പങ്കെടുത്ത 116ഓളം പേര് നമ്മുടെ ഇതിലുണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജില്. അവരെല്ലാം ഇതേക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് ബോധിപ്പിച്ച അദ്ദേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ വിദ്വത് പരിഷത്തിന്റെ പേരിൽ ഞാൻ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അതോടൊപ്പം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ ഇത് അധ്യക്ഷത വഹിച്ചത് ഡോക്ടർ MV നടേശൻ സാറാണ്. സാറും ആധ്യാത്മികമായ രംഗത്തും അതുപോലെ അക്കാഡമികമായ രംഗത്തും ഏറെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. സംസ്കൃത മേഖലയിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. സംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ ഉപാധ്യക്ഷനാണ്. അദ്ദേഹത്തെയും ഞാൻ വിദ്വത് പരിഷത്തിന്റെ പേരിൽ ഹൃദയംഗമമായി അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ വളരെ മുതിർന്ന, നമ്മുടെ എല്ലാ അനുഗ്രഹിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ഡോക്ടർ മാധവൻ സാറാണ്. സാറ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് സംസ്കൃതത്തിന്റെ പ്രൊഫസറായിട്ട് വിരമിച്ച അധ്യാപകനാണ്. അതോടൊപ്പം തന്നെ വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ അധ്യക്ഷനാണ്. സംസ്കൃത മേഖലയിൽ ഒരുപാട് പ്രചോദനം നൽകിക്കൊണ്ട് എന്നെ പോലെയുള്ള ഒരുപാട് പേരെ ഒരുപക്ഷെ സംസ്കൃത മേഖലയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നതിന് മുൻപ് മാധവൻ സാറെ പോലെയുള്ളവർ ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സാറിനും ഈ വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ വിദ്വത് പരിഷത്തിന്റെ പേരിൽ ഞാൻ വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ ഒരു പ്രോഗ്രാം നിർവഹണം നടത്തിയത്
ബാലുശ്ശേരി ആദർശ സംസ്കൃത വിദ്യാപീഠത്തിലെ സംസ്കൃത അധ്യാപകനായ സംസ്കൃത പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന ശ്രീ ദീപക് രാജാണ്. ദീപക് രാജും സംസ്കൃത പ്രചരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. ദീപക് രാജിനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ആദ്യം തന്നെ ഇതിന് സ്വാഗതം രേഖപ്പെടുത്തിയത് നമ്മുടെ പ്രദീപ് വർമ്മ സാറാണ്. പ്രദീപ് എന്റെ സഹപാഠി കൂടി ആയതുകൊണ്ട് എനിക്ക് പ്രദീപ് എന്ന് വിളിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് പ്രദീപ് ആണ് ഈ പ്രോഗ്രാമിന്റെ സംഘാടനത്തിലും ഒക്കെ വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിച്ചത്. വിദ്വത് പരിഷത്തിന്റെ പ്രവർത്തകനും ഒക്കെയായ പ്രദീപിന് ഞാൻ ഔപചാരികതയുടെ പേരിൽ വിദ്വത് പരിഷത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ആദ്യം തന്നെ ഈ ഒരു പരിപാടി നമ്മൾ ആരംഭിച്ചത് ഭദ്ര വർമ്മയുടെ പ്രാർത്ഥനയോടെയാണ്. ആ കൊച്ചു കുട്ടിക്കും ഞാൻ വിദ്വത് പരിഷത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പ്രോഗ്രാം ആദ്യവസാനം ഇതിന്റെ എല്ലാ പരിപാടികളും അതിന്റെ സ്ക്രിപ്റ്റിംഗ് നിർവഹിച്ചുകൊണ്ട് അതിന്റെ ഈ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് നമുക്ക്, അതായത് ഈ സൂം എന്ന മാധ്യമത്തിലൂടെ ഈ പരിപാടി ഇത്ര കൃത്യമായിട്ട് നടത്തുകയും അതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് ശ്രീ നാരായണ ശർമ്മ സാറ്. തീർച്ചയായിട്ടും വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ ഉത്തരവാദിത്വവും ഒക്കെയുള്ള അദ്ദേഹം സനാതന സ്കൂൾ ഓഫ് ലൈഫ് എന്നുള്ള പേരിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം അദ്ദേഹം നടത്തുന്നു. സംസ്കാരത്തിന്റെ പ്രചാരവും ഉദ്ദേശിച്ചുകൊണ്ട് വളരെയേറെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് നമ്മുടെ ഇന്ന് ഈ ഒരു പരിപാടി മുഴുവൻ നടത്തിയത്. അദ്ദേഹത്തിനും വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ വിദ്വത് പരിഷത്തിന്റെ പേരിൽ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതിൽ പങ്കെടുത്ത, അതുപോലെ ഇതിന്റെ ഭാരവാഹികളായിട്ടുള്ള വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ വിദ്വത് പരിഷത്തിന്റെ ഭാരവാഹികളായിട്ടുള്ള ഒട്ടേറെ പേർ ഈ പ്രോഗ്രാമിന്റെ പിന്നിൽ തങ്ങളുടെ പ്രയത്നവും അഭിപ്രായങ്ങളും ഒക്കെ ആയിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ ധർമ്മശാല നടത്തുന്ന കിരൺ കുമാറിനെ പോലെയുള്ള ഒരുപാട് പേര് അതിലുണ്ട്. എല്ലാവർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ വിദ്വത് പരിഷത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ പരിപാടി ഗംഭീരമായി നടന്നതിന്റെ പിന്നിലുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഇതിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ പങ്കെടുത്ത വ്യക്തിത്വങ്ങൾ ഇല്ലെങ്കിൽ എന്ത് പരിപാടി നടത്തിയാലും അത് വിജയിക്കുകയില്ല എന്ന് മാത്രമല്ല, ഈ ഒരു പ്രചോദനം, അതായത് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രചോദനം നിങ്ങൾക്ക് സംസ്കൃതത്തിന്റെ മേഖലയിലൂടെ ഈ ഒരു ഇന്ത്യയുടെ മഹത്തായ ഒരു സർവീസിലേക്ക് എടുത്ത് വെക്കാനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് മാറട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ഭരണ സാരഥ്യം നിയന്ത്രിക്കുന്നതിൽ സംസ്കൃതത്തിന്റെ ഒരു പങ്ക് കൂടി രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത ഓരോ വ്യക്തിത്വങ്ങൾക്കും ഞാൻ സംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ വിദ്വത് പരിഷത്തിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ ഒരു സമ്മേളനം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം തിങ്ക് ഫോർ ദ ഹയസ്റ്റ്, എയിം അറ്റ് ദ ഹയസ്റ്റ്, യു ഷാൽ റീച്ച് ദ ഹയസ്റ്റ്. ഇത് എന്റെ വാക്കുകളല്ല, വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകളാണ്. അദ്ദേഹം എപ്പോഴും സ്ട്രെങ്ത് ഇസ് ലൈഫ്, വീക്ക്നെസ് ഇസ് ഡെത്ത്, സ്റ്റാൻഡ് അപ്പ്, ബി ബോൾഡ്, ബി സ്ട്രോങ്, ടേക്ക് ദ ഹോൾ റെസ്പോൺസിബിലിറ്റി ഓൺ യുവർ ഓൺ ഷോൾഡേഴ്സ് ആൻഡ് നോ ദാറ്റ് യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഓൺ ഡെസ്റ്റിനി. ഇത് എന്റെ വാക്കുകളല്ല, വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകളാണ്. ഇത്തരം വാക്കുകളിലൂടെ പ്രചോദനം ഉൾക്കൊണ്ട് സംസ്കൃതത്തിന്റെ മേഖലയിലൂടെ നിങ്ങളുടേതായ ഒരു ചുവടുവെപ്പ് മുന്നോട്ട് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഡോക്ടർ ജ്യോത്സ്ന മഹോദയായി ധന്യവാദാः. നമ്മുടെ വെബിനാർ ഔപചാരികമായിട്ട് ഇവിടെ അവസാനിക്കുകയാണ്.